ആരാധിപ്പാനും ജീവനായ ദൈവം നമ്മെ കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ വായിച്ച വേദഭാഗം 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനി 1:2-3-4 1 തെസ്സലോനി chapter 1 verse 1 2 3 4. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയെ സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുമല്ലോ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സന്താനങ്ങളായി കർത്താവേ, നീ ഞങ്ങളെ പ്രതിപിക്കണം, നീ ഞങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വചനം മാറ്റമില്ലാത്ത വചനം, ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനം, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം, അതേ ആത്മാവിൽ തന്നെ പ്രസംഗിക്കുവാനും അതേ ആത്മാവിൽ ഗ്രഹിക്കുവാനും ഈ പകൽ സഹായിക്കണമേ. അവിടുത്തെ പുത്രന്റെ രക്തത്തിന്റെ ശക്തി അതോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. ഞങ്ങൾ അടുത്തു വരുന്നത് ഹാബേലിന്റെ രക്തത്തിന് അടുക്കലല്ല, യേശു ക്രിസ്തുവിന്റെ എല്ലാ ഹൃദയങ്ങളെയും കർത്താവേ ഏകാഗ്രതയോടെ ഇരുത്തണമേ. ആരുടെയും ചിന്തയെയോ ഭാവനയെയോ ഏകാഗ്രതയോ സാത്താൻ വെളിയിൽ നിന്ന് അതിനെ അവനെ കവർച്ചയാക്കുവാൻ സ്വർഗം ഇടയാക്കാതെ വന്നു. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അതിന്റെ മറവിൽ എല്ലാവരെയും ഇരുത്തണമേ. സ്വർഗദൂതന്മാരുടെ കാവലൂടെ ഉണ്ടായിരിക്കണമേ. സേവകാത്മാക്കളായ ദൂതന്മാരോട് കൽപ്പിക്കുന്നു, അവന്റെ തീയമ്പുകൾ അകത്തേക്ക് വരാതെ വണ്ണം കാവൽ ചെയ്യുവാൻ താവടിയെ സമർപ്പിക്കുന്നു. അവിടുത്തെ ബലം പകരണം. വചനത്തിന്റെ വെളിപ്പാടുകൾ കൃത്യമായി ബോധ്യത്തോടെ പറയുവാൻ, പങ്കുവയ്ക്കുവാൻ യാതൊരു മടിയും കൂടാതെ, ഒന്നും വിട്ടുകളയാതെ അത് പറഞ്ഞിട്ട് പോകുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലവരും വിശ്വസ്തനും എന്ന ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ അടിയനും ഭാഗ്യം നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, അവരോടൊപ്പം നിന്ന് നിങ്ങളോട് വചനം പങ്കുവയ്ക്കുവാൻ, നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. എന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലെ ഈ യാത്ര ഇതൊരു യാത്രയാണ്. പൗലോസ് പറയുന്ന ഒരു യാത്രയാണ്, മറുഭാഗത്ത് പറഞ്ഞത് ഇതൊരു ഓട്ടമാണ്. ആ ഓട്ടത്തിൽ ഈ സമയത്ത്, ഈ പ്രായത്തിൽ ഇവിടെ വന്ന് എറണാകുളത്തും മാമംഗലത്ത് ഈ കൂട്ടത്തോട് സംസാരിക്കുവാൻ കർത്താവ് ഇന്നലെ മുതൽ അവസരം തന്നു. അത് സ്വർഗത്തിൽ അതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അതെല്ലാം സ്വർഗത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വാക്കുകളോ ഉദ്ദേശങ്ങളോ ഈ പുസ്തകത്തിന് വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ ബോധ്യത്തോടെ ദൈവസന്നിധാനത്തിൽ നിൽക്കുന്നു. ഈ വായിച്ച വാക്യത്തിനകത്ത് യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ, രണ്ടാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ വായിച്ചാൽ? തെസ്സലോനിക്കയിലുള്ള പ്രിയപ്പെട്ടവർ, അവരുടെ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് വിശ്വാസവേലയാണ്. അത് വിശദീകരിക്കേണ്ടതാണെങ്കിലും ഞാൻ വിശദീകരിക്കുന്നില്ല, വേറെ കാര്യങ്ങൾ പറയേണ്ടതുള്ളതുകൊണ്ട് ഒരു സൂചന തരികയാണ്. ആദിമസഭ ശുശ്രൂഷകൾ ചെയ്തിരുന്നത് വിശ്വാസത്താലാണ്. എല്ലാം വിശ്വാസത്താൽ. വിളിച്ചവൻ വിശ്വസ്തൻ. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ അവൻ പണിയും, നിശ്ചയമായും പണിയും. അവൻ സമ്പന്നനാണ്, അവൻ ആരോടും ബെങ്കിയെത്തില്ല. ആ നിലയിൽ തെസ്സലോനിക്ക സഭ നിന്നു. ഓക്കെ, വായിച്ചാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. എന്തിൽ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ ആ സ്ഥിരതയാണോ? അവർ സ്ഥിരതയോടെ നിന്നു. സ്ഥിരതയോടെ അവർ കേട്ട കാര്യത്തിൽ സ്ഥിരതയോടെ നിന്നു. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 13. 1 Thessalonians chapter 2 verse 13. 1 Thessalonians 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളുവാൻ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദാസൻ പൗലോസ് ദേശത്ത് കടന്നു വന്ന്
സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചു. യഥോചിതമായി യഥാർത്ഥമായി സത്യവചനം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച വചനം അവർ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. അതിന് മുകളിലുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. കേട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ കേട്ടെന്ന് എഴുതിയിട്ടുണ്ട്, അത് അകത്ത് രജിസ്റ്റർ ചെയ്തെന്നാണ്. അവർ പ്രസംഗിച്ച വചനം തെസ്സലോനിക്കരുടെ ഉള്ളിൽ എന്ത് ചെയ്തു? രജിസ്റ്റർ ചെയ്തു. അത് എഴുതി, ആ മാംസളമായ കൽപ്പലകളിൽ അത് എഴുതി. ആ എഴുതിയ വചനം പിന്നത്തേതിൽ എന്തായിട്ട് വ്യാപരിച്ചു? വിശ്വാസമായി പരിണമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ വചനം അവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ടിരുന്നു. ആ ലഭിക്കപ്പെട്ട പ്രത്യാശയിൽ അവർ സ്ഥിരതയോടെ നിന്നു. അപ്പൊ ആ പ്രത്യാശയുടെ സ്ഥിരത അവരുടെ അകത്തുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തുവാൻ കഴിയും. അവരുടെ ഉള്ളു മുഴുവൻ പ്രത്യാശയാൽ പൂരിതമാകുന്നു, പ്രകാശിതമാകുന്നു. ഇതായിരുന്നു ആദിമസഭയുടെ പിക്ചർ. ഇതായിരുന്നു മലയാളക്കരയിൽ വിശ്വാസി സമൂഹത്തിന്റെ ഉടലെടുപ്പ്, പെന്തക്കോസ്തിന്റെ പ്രവർത്തനം. പെന്തക്കോസ് എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അതൊരു അനുഭവമാണ്. ആ അനുഭവം മലയാളക്കരയിലേക്ക് പരിശുദ്ധാത്മാവ് അയച്ചപ്പോൾ അത് ദൈവവചനത്താൽ കൈക്കൊണ്ട ആദിമ പെന്തക്കോസ്തിന്റെ പിതാക്കന്മാർ അവർ വിശ്വാസത്താൽ ജീവിച്ചു. അവരുടെ അകത്ത് പ്രത്യാശ കനത്തു. ആ പ്രത്യാശയാൽ അവർ ഈ പുസ്തകത്തിന്റെ പേജുകൾ എഴുതാൻ ദൈവം ഉപയോഗിച്ച പൗലോസിന്റെ വാക്കുകളെ അതേ അർത്ഥത്തിൽ തന്നെ കൈക്കൊണ്ടു. പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഈ സ്വർഗീയ പ്രത്യാശ നിമിത്തം, ഈ ഭാഗ്യകരമായ പ്രത്യാശ നിമിത്തം, ഈ ജീവനുള്ള പ്രത്യാശ നിമിത്തം ഞാൻ സകലതും ഗാർബേജ് എന്നെണ്ണുന്നു. അങ്ങനെ എണ്ണിയവരാ ഞങ്ങളുടെ പിതാക്കന്മാർ. കേട്ടോ, ഞങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങൾ കേൾക്കണം, പെന്തക്കോസ്തിന്റെ പിതാക്കന്മാർ ഈ പ്രത്യാശയുടെ നങ്കൂരം അത് ഉടഞ്ഞു പോകാതെ വണ്ണം അവർ സൂക്ഷിച്ചു. ആ പ്രത്യാശ ഇല്ലെങ്കിലും വായിക്കാം. കൊലേസ് ലേഖനം 1:23. Colossians 1:23. Colossians 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇടരാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കൂ. വായിച്ചിട്ടെന്തെങ്കിലും മനസ്സിലായോ? നോക്കിക്കോ, എല്ലാവരും അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. ചിലപ്പോ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ പോകും. എന്നാൽ ഒരാള് അതിനാ ദൈവം ഇങ്ങനെ ശുശ്രൂഷകന്മാരൊക്കെ ആക്കിയിരിക്കുന്നത്. അവരത് നമ്മെ അതിന്റെ പൊരുൾ വിരിച്ചു തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിടിക്കും. ഒരു സെക്കൻഡ് കൂടി ചിലപ്പോൾ പിടിക്കും. ചിലപ്പോൾ നമ്മൾ 100 ആവർത്തി വായിച്ചതായിരിക്കും, 100 ആവർത്തി കേട്ടതായിരിക്കും. ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരാണെങ്കിലും അവരും പലവട്ടം വായിച്ച വാക്യങ്ങൾ പിന്നെ ഏതോ ഒരു സമയത്ത് പെട്ടെന്നൊരു സ്പാർക്ക് പോലെ എനിക്ക് അവരെയും സ്പർശിക്കുന്നത്. വായിച്ചു നോക്കി, ഒന്നുകൂടെ വായിച്ചു സൗകര്യം പതിയെ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്. അല്പം മുമ്പ് നമ്മൾ വായിച്ചു തെസ്സലോനിക്ക ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. അങ്ങനെ വായിച്ചില്ലേ? ഇവിടെ ഇപ്പൊ എന്താ വായിച്ചത്? സുവിശേഷത്തിന്റെ പ്രത്യാശ. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ അതാകുന്നു. അവ രണ്ടും കറക്റ്റ് ആയില്ലേ? അപ്പോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിന്ന് ഇളകിയാൽ കുഴപ്പമാണ്. ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് സ്ഥിരതയോടെ നിന്നാൽ എങ്ങനെ? അങ്ങനെ ഇങ്ങനെ നിന്നാൽ അവന്റെ മുമ്പിൽ നിൽക്കും. ആരുടെ മുമ്പിൽ? മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കും. അല്ലെങ്കിലോ
ഇതാണ് വചനത്തിന്റെ മർമ്മങ്ങൾ സഹോദരങ്ങൾ. ഇത് വലിയ ആന കാര്യങ്ങളൊന്നുമല്ല. നാം ആഗ്രഹത്തോടെ ദൈവസന്നിധി മുട്ടുമടക്കിയാൽ, ഞാനൊരു ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നതല്ല എന്ന് പ്രസംഗിക്കുന്നത്. ഒരു ബൈബിൾ സ്കൂളിന്റെ തൊപ്പി എന്റെ തലയിൽ ഇല്ല, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ശൗലിന്റെ പടച്ചട്ട ഇല്ല, ലോകത്തിന്റെ ജ്ഞാനങ്ങളില്ല. കൃപയാൽ ദൈവം തകർത്ത് തരിപ്പണമാക്കി അവന്റെ ആത്മാവിനാൽ അവൻ തന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്റെ അകത്ത് കത്തുന്നുണ്ട്. ആ കത്തലാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. വേറൊന്നുമല്ല. അത് ഓരോരുത്തർക്കും ഓരോ നിലയിലാ അത് പ്രകാശിച്ച് കിട്ടുന്നത്. അല്പം പ്രകാശിച്ചവൻ അല്പമായി എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ പോകുന്നു. ഇത് ആഴത്തിൽ പ്രകാശിച്ചവൻ, കത്തിയവൻ, അത് അതിന്റെ നിലയിൽ അവൻ പറയും. ചിലപ്പോൾ കേൾവിക്കാരായ നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത തോന്നും. ഇത്രയും കുറച്ച് പറയേണ്ട ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് കേൾക്കാമല്ലോ. പക്ഷെ ഈ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രത്യാശയുടെ ആഴം മനസ്സിലാകുമ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നും മാംസവുമായ എന്റെ പ്രിയർ അതിന് ഗൗരവം വേണ്ട നിലയിൽ കൊടുക്കാതെ ഒരു ഉൾക്കാഴ്ചയില്ലാതെ എങ്ങാനും ഇരിപ്പുണ്ടെന്നല്ല, ഇരിപ്പുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് പകൽ അവരുടെ ഉള്ളിൽ ഈ പ്രത്യാശയുടെ നങ്കൂരം വീഴണം. ആ അർത്ഥത്തിലും ഉദ്ദേശത്തിലും ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. കാരണം ദൈവം എനിക്ക് അനേക കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു വചനത്തിൽ നിന്ന്. അതെല്ലാം പ്രസംഗിക്കുന്നില്ലെങ്കിലും ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്നത്. എല്ലാം പറയാൻ പറ്റുമോ? അതൊരിക്കലും സാധിക്കത്തില്ല. നമുക്കുള്ള ഒരു ലിമിറ്റഡ് ടൈം, ആ ടൈമിൽ പറയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം എന്ന് പറയുന്നത് നാം ഒരു ദിവസം നിൽക്കണം, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കണം. എത്ര പേര് നിൽക്കും? പലരുടെയും വിചാരം ഞങ്ങൾ നിൽക്കുമെന്നാ. യോഹന്നാനൊന്ന് നിന്നു ഒരല്പസമയം പത്മോസി വെച്ച് നിന്നായിരുന്നു. ഒരല്പം യോഹന്നാന്റെ മുമ്പിൽ ആ മഹത്വം കാണിച്ചത് ഒരല്പം. ആ അല്പത്തിന്റെ മുമ്പിൽ അവൻ നിന്നോ? ദാനിയേലിന്റെ മുമ്പിൽ ഒരല്പം മഹത്വം കാണിച്ചു, നിന്നോ? എഹെസ്കേലിന്റെ മുമ്പിൽ ഒരല്പം മഹത്വം കാണിച്ചു, നിന്നോ? അത്ര വലിയ ഒരു തേജോമയനായവന്റെ മുമ്പാകെ നാം വരേണ്ടതാണ്. നമ്മുടെ ഈ തന്നിരിക്കുന്ന ആയുസ്സിനും ഈ സമയത്തും നാം ഈ പ്രത്യാശയെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് പ്രസംഗിയായ എനിക്കോ നിങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് ആക്കിയിരിക്കുന്ന ദൈവദാസനോ ചിലപ്പോൾ എല്ലാം മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകും, എന്നാൽ എല്ലാം മനസ്സിലാകണമെന്നില്ല. പക്ഷെ എല്ലാം മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ ഈ ഉദ്ദേശം, താല്പര്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് അതെല്ലാം അറിയുന്നവനുണ്ട്. ഇതെല്ലാം എഴുതി നമുക്ക് തന്നിരിക്കുക, എഴുതി കയ്യിൽ തന്നിരിക്കുക. അത് മാത്രമോ ഇത് നമ്മുടെ അകത്തും എഴുതിയിരിക്കുക. ഇതൊരു ഭാഗ്യകരമായ അനുഭവമല്ലേ? ഈ പുസ്തകം കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബത്ശേബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുമ്പാകെ മട്ടുപ്പാവിൽ നിന്ന് വീണ ഒരു ദാവീദിന്റെ ചരിത്രം എഴുതി കയ്യിൽ കൊടുത്തായിരുന്നെങ്കിൽ ആ ദാവീദ് വീഴുമായിരുന്നു. അവനതൊരു ദൃഷ്ടാന്തമാവില്ലേ? ദാവീദിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരുന്നോ വീണുപോയ ദാവീദിനെ കുറിച്ച്? പക്ഷെ നമ്മുടെ മുമ്പാകെ അങ്ങനെ ചരിത്രമില്ലേ? അബ്രഹാമിന് പറ്റിയ ബ്ലണ്ടറുകൾ, അതുപോലെ ഓരോരുത്തർക്കും ജേക്കബിനും യാക്കോബിന് പറ്റിയത്, അതുപോലെ ദാവീദ് ദാസന്മാർക്കും ചില അബദ്ധങ്ങൾ, പത്രോസിന് പറ്റിയ അബദ്ധം, ഇതെല്ലാം എഴുതിയ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം നാം ഗ്രഹിക്കണം ആഴത്തിൽ. ഇതെല്ലാം ഗ്രഹിച്ച് ഈ പ്രത്യാശയുടെ സ്ഥിരതയിൽ മുന്നോട്ട് പോകണം. അപ്പൊ ആ പ്രത്യാശ അകത്തുണ്ടെങ്കിൽ അത് മുഖത്തും ഉണ്ടാകും, നിശ്ചയമായി ഉണ്ടാകും. സൗകര്യങ്ങൾ അത് സ്വരം കേട്ടാൽ അറിയാം, കണ്ടാൽ അറിയാം. നമ്മളങ്ങ് ഉണ്ടെന്നൊന്നും തറപ്പിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഉള്ളവനൊന്നും പറയണ്ട. സ്വരം കേട്ടാൽ അറിയാം, ഒരു വാക്ക് കേട്ടാൽ അറിയാം, അടുത്ത വാക്ക് കേട്ടാൽ കൂടുതൽ അറിയാം, മൂന്നാമതൊരു വാക്കും കൂടെ കേട്ടാൽ തീർച്ച പൂർത്തിയായിട്ടും കാര്യം മനസ്സിലാകും. അപ്പൊ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ അപജയം, ഈ പ്രത്യാശ അധികം പേർക്കില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വരുമ്പോൾ വിശ്വാസം അധികം ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കാതാണ്. തങ്ങളിലുള്ള സ്നേഹം തണുത്തു പോകും, കുറഞ്ഞു പോകും. അങ്ങനെ ഒരു കാലഘട്ടമാണിത്. ഫോക്കസ് മാറി പ്രിയരെ, ഫോക്കസ് മാറി. എന്ത് ചെയ്യാം? കാഹളം ധരിക്കും, എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കണം. ഈ ചിന്തയൊക്കെ പെന്തിക്കോസിൽ നിന്ന് എന്നേ പോയി. ജാതികളെ പോലെ ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടമായി മാറി. ജാതികൾ ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
അവർ രാമ രാമ രാമെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വല്ല നന്മയും വരുമോ എന്നോർത്ത്. അതേസമയം യേശു പറഞ്ഞു, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുള്ളത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതും നിങ്ങൾ യാചിക്കും മുമ്പേ അറിയുന്നൊരു പിതാവ് നിങ്ങൾക്കുണ്ട്. ഈ വചനമൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സഹോദരങ്ങളെ. ഈ വചനം നിങ്ങൾക്ക് ഉൾക്കൊണ്ടാൽ ആ വചനപ്രകാരം ജീവിക്കണം. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഞാൻ ആ വചനത്തെ അക്ഷരീകമായി കഴിഞ്ഞ 2.5 വർഷമായി വിശ്വസിക്കുന്നു. എനിക്കൊരു പിതാവുണ്ട്, അവനെന്നെ നടത്തുന്നു. അവനെന്നെ പല നിലകളിൽ നടത്തുന്നു. ചിലപ്പോൾ സമൃദ്ധിയിൽ, ചിലപ്പോൾ താഴ്ചയിൽ, ചിലപ്പോൾ പല നിലകളിൽ, ചിലപ്പോൾ ആവറേജിൽ. ഈ എല്ലാ നിലയിലും അവനെന്നെ പഠിപ്പിക്കുന്ന പിതാവാണ്. ഏതവസ്ഥയിലും പൗലോസിനെ പഠിപ്പിച്ച് നടത്തിയ അതേ പിതാവ് എന്നെയും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അഴലാറില്ല, ഉഴലാറില്ല, അന്വേഷിക്കാറില്ല, ചോദിക്കാറില്ല, പറയാറില്ല, ഒന്നുമില്ല. എപ്പോഴും ദൈവത്തിന് മഹത്വം. ഇതകത്ത് പ്രത്യാശയുള്ളതുകൊണ്ടാണ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഒരു നാള് കൈവിടലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിസന്ധികളുടെ നടുവിലും ആ ഉറപ്പാ. അതാണ് പ്രത്യാശയുടെ നങ്കൂരം. ആട്ടെനി കൈവിട്ടെന്നോർ തന്നെ കുഴപ്പം. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, കൈവിടില്ലെന്നല്ലേ പറഞ്ഞേ. കൈവിട്ടെന്ന് വിചാരിക്കുക, എന്താ കുഴപ്പം? അതൊന്നും ചിന്തിക്കണ്ടേ. നാം ഉദ്ദേശിക്കുന്ന വിഷയം ചില നമ്മുടെ ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ, വേറെ വിഷയമല്ലാത്ത കൈവിടൽ, ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ കൈവിട്ടെന്ന് വിചാരിക്കുക. എന്താ കുഴപ്പം? നമ്മുടെ അത്രയും ഗ്രാഹ്യവും വെളിപ്പാടും അഭിഷേകവും ഒന്നും ഇല്ലാത്തൊരു 3 ചെറുപ്പക്കാരുണ്ട്. അവരുടെ പേരാണ് ശാസ്ത്രക്ക്, മേശക്ക്, അഭേദനവോ. അവരെന്താ പറഞ്ഞേ? നമുക്ക് അത്രയും പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. ഗോശാലയിൽ കന്നുകാലി ഉണ്ടായാലും കൊള്ളാം, ഉണ്ടായില്ലേലും കൊള്ളാം. നിലം ഫലം തന്നില്ലേലും കൊള്ളാം, തന്നാലും കൊള്ളാം. പിന്നെ തൊഴുത്തിൽ നിന്ന് അത് പോയാലും കൊള്ളാം, പോയില്ലേലും കൊള്ളാം. എന്റെ ദൈവത്തിന് മഹത്വം. ഇങ്ങനെ പറയുന്ന ആളുകളുടെ പേരാണ് കർത്താവിന്റെ ശിഷ്യന്മാർ. അങ്ങനെ പറയുന്നവരുടെ എണ്ണം ഈ കാലത്ത് കുറവാണ്. തൊഴുത്തിൽ ഒരു 10 പശു ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് പനി വന്നാൽ മതി, ദൈവമേ 100 കിലോമീറ്ററിലായിരിക്കും. ആ സ്ഥാനത്ത് തൊഴുത്ത് തന്നെ ഇല്ലാതെ പോകട്ടെ, എങ്കിലും ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. അവരങ്ങളെ അങ്ങനെ ഒരു കൂട്ടത്തെ വാർത്തെടുക്കാൻ ഭാരതം മുഴുവൻ ഞാൻ സഞ്ചരിക്കുന്നു. അതിനിടയിലാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഞാൻ ഇങ്ങനെ അധികം പോയി പ്രസംഗിക്കാറില്ല ഉപവാസ പ്രാർത്ഥനകളിലൊന്നും. കാരണം ദൈവം തന്നിരിക്കുന്ന കനത്ത വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോട് പേഴ്സണലായി 2 or 3 അല്ലെങ്കിൽ 10 അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരെ വരാനുള്ള ഒരു രാജ്യത്തിന് വേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന ഭൂമിയും ഇതിന്റെ സംവിധാനങ്ങളൊക്കെ എന്താകും? വായിച്ചോട്ടെ, 102 സങ്കീർത്തനം 25-26. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാകും. അവർ നശിക്കും, നീ അവരെ നിൽക്കും. അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവരെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. ഈ കാണുന്ന ഈ ആകാശവും ഈ ഭൂമിയും പഴകിയ വസ്ത്രം പോലെ ദൈവം, വസ്ത്രം പഴകിക്കഴിഞ്ഞാൽ അതിനെ ചുരുട്ടി നമ്മൾ എറിഞ്ഞു കളയുന്ന പോലെ അതിനെ ദൈവം ചുരുട്ടി കളയും. അങ്ങനെയല്ലേ വായിച്ചേ? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, പഴകിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടുപ്പ് പോലെ നീ അവരെ മാറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചുരുട്ടി അങ്ങ് കളയും, അതിനെ പിന്നെ വെച്ചേക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:6, ഐശയ്യാ 51:6, യെശയ്യാ 51:6. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുകയും താഴെ ഭൂമിയെ നോക്കുകയും. ആകാശം പുക പോലെ പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. അതിലെ നിവാസികൾ ഈ പഴയ ഭൂമിയിൽ, ഈ കാണുന്ന ആകാശത്തിന് കീഴിൽ ആയിരിക്കുന്ന വീണ്ടെടുക്കപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത സകലരും ചുരുട്ടുന്ന കൂട്ടത്തിൽ ചുരുണ്ടു പോകുമെന്നാണ് അർത്ഥം. കിട്ടിയോ? ഇത് ചുരുട്ടോ. ഇത് ചുരുട്ടുമ്പോൾ 10 ഏക്കർ റബ്ബർ തോട്ടം നമുക്ക് സ്വന്തമായിട്ട് കുത്തകാവകാശമായിട്ടുണ്ടെങ്കിൽ തന്നെയും വേറെ ആർക്കും അതിന്റെ പാല് കൊടുക്കണ്ട, എന്റെ മാത്രം റബ്ബർ പാലാണെങ്കിലും ചുരുട്ടുന്ന കൂട്ടത്തിൽ അതും നിങ്ങൾ വേണേ അന്ന് പ്രാർത്ഥിച്ചു നോക്കുക, ചുരുളാതെ കിട്ടുമെങ്കിൽ സ്തോത്രം, പോകുമ്പോ നമുക്ക് കൊണ്ടുപോകാം. എനിവേ, ഇതാണ് വചനത്തിന്റെ പ്രമാണം. ഈ പ്രമാണം മനസ്സിലാക്കാതെ ഇന്ന് വിശ്വാസികൾ ഓടുകയാ. ഈ കാണുന്ന ഭൂമിയും ഈ സിസ്റ്റവും ഈ സംവിധാനവും എല്ലാം ദൈവം മാറ്റും.
അതിലേക്ക് പുതിയൊരു ഭൂമി വരും, അതിലേക്ക് പുതിയൊരു ആകാശം വരും. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. അതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. കാണുന്ന കാര്യത്തിന് വേണ്ടിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് പൗലോസ് പറയുന്നു. കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി. ഈ കാണുന്നതെല്ലാം താൽക്കാലികം, ടെമ്പററി. ഈ കാണുന്നതെല്ലാം അപ്പൊ ടെമ്പററി ആയ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ശുശ്രൂഷകനായ ഞാൻ പ്രസംഗിക്കേണ്ടത്? പിന്നെ പെർമനന്റ് ഇവിടെ എല്ലാ സഹോദരീ സഹോദരന്മാരെ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. വരാൻ പോകുന്ന ആ നഗരം നിങ്ങളുടെ അകത്ത് അതിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയോ? കിട്ടിയാലല്ലാതെ പ്രത്യാശ ഉണ്ടാകുമോ? ആയുസും സമയവും നമുക്ക് തന്നിരിക്കുന്ന ആ കാര്യത്തിനും മാത്രം. നമ്മൾ പൊക്കി പിടിക്കുന്ന, ഉയർത്തുന്ന, നമുക്ക് 24 മണിക്കൂറും പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന പേര് അബ്രഹാം. ആ അബ്രഹാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചെന്നാ വായിച്ചട്ടെ. എബ്രായർ 11:9 മുതൽ 9-10 തോന്നുന്നു. ഹീബ്രൂ chapter 11 verse 9 and 10 ഒന്ന് വായിച്ചു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്തത്തെ ഒരു അന്യദേശത്തെ ഏതാവാൻ ചെയ്താൽ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി തപ്പിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവന്റെ കാത്തിരിപ്പ് കണ്ടോ. അതേസമയം വേറൊരു അമ്മാച്ചന്റെ മോനുണ്ടായിരുന്നു, പേരെന്താ? ലോത്ത്. ലോത്തെങ്കിൽ അദ്ദേഹം കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? പച്ചപ്പിന് വേണ്ടി, അല്ലെങ്കിൽ നീരോട്ടം. നീരോട്ടം, അതൊരു വാക്ക് തന്നെ, ബൈബിളിലെ വാക്കാണ്. മോഡേൺ പെന്തിക്കോസ് കാത്തിരിക്കുന്നത് നീരോട്ടത്തിന് വേണ്ടിയാണ്. മോഡേൺ പെന്തിക്കോസ് കാത്തിരിക്കുന്നത് പച്ചപ്പിന് വേണ്ടിയാണ്. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ അബ്രഹാമിനെ പോലെ കാത്തിരുന്നു. അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും, ഞങ്ങൾ യാത്രക്കാർ മാത്രം. ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലെന്ന് ഉച്ചൈസ്തരം അവർ പ്രഘോഷിച്ചു. അവർ അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു, അങ്ങനെ തന്നെ ഇവിടുന്ന് വിട വാങ്ങിപ്പോയി. അവർക്കായി ഒരുക്കിയ നഗരത്തിലേക്ക്, ആ നഗരം അവരുടെ ഉള്ളിൽ, ആ നഗരത്തിന് വേണ്ടിയല്ല. അങ്ങനെ പറയുമ്പോഴും ഒരു കുഴപ്പമുണ്ട്. ആ നഗരമായിരുന്നു അവരുടെ എയിം എന്ന് വരും. ആ നഗരമല്ലായിരുന്നു കേട്ടോ പ്രിയരെ അവരുടെ എയിം. ആ നഗരത്തിൽ ആരുണ്ട്? കുഞ്ഞാൾ അവിടെയുണ്ട്. അവരുടെ വീണ്ടെടുപ്പുകാരനായ കാന്തന നഗരത്തിലുണ്ട്. നാം എല്ലാം സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം പറയുന്നു. എന്നാൽ വചനം പഠിപ്പിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരിക. ആ കൂടാരം, ആ സ്വർഗീയ കൂടാരം, ആ കൂടാരത്തെ ഓർത്താണ് ഇവരെല്ലാം ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പൊ പറയുന്ന വാക്കുകളൊക്കെ വലിയ ഒരുപാട് പോലെ നിങ്ങളുടെ അകത്ത് വീഴുന്നതെന്ന്. എന്ത് ചെയ്യാം? ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു. ശക്തിയോടെ പറഞ്ഞോളാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നു. പറഞ്ഞു തീർന്നിട്ട് ടാറ്റ പൊയ്ക്കൊള്ളുക. എന്റെ ജനത്തിന്റെ ഉള്ളിൽ പ്രത്യാശ ഇട്ടിട്ട് പോ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. അബ്രഹാം അത് കാണിച്ചു ഇസഹാക്കിനെ, ഇസഹാക്ക് അത് യാക്കോബിനെ കാണിച്ചു. അവരുടെ കൂടാരങ്ങളിൽ പാർത്തു. ലോത്ത് മുന്തിയ നിലയിൽ പാർത്തു. നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ പ്രിയരെ, സഹോദരങ്ങളെ, സഹോദരന്മാരെ. സ്വർഗത്തിൽ നോഹയും, ഭാവനയായിട്ടോ അവിടെ അങ്ങനെയല്ല, ജസ്റ്റ് ഭാവന. 2 മിനിറ്റ് നേരത്തേക്ക് ഒരു കസേരയിൽ നോഹ അമ്മച്ചിരിക്കുന്നു, തൊട്ടടുത്ത് നോഹ അമ്മച്ചിരിക്കുന്നു, തൊട്ട് പുറ 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാരായ മരുമക്കൾ ഇപ്പോൾ ഇരിക്കുന്നു. ആ കുടുംബം ഒന്നടങ്കം അങ്ങനെ ഇരിക്കുന്നു. അവർ പ്രമാണത്തിനനുസരിച്ച് ലഭിക്കപ്പെട്ട അളവിനൊത്തവണ്ണം പെട്ടകം ഉണ്ടാക്കി ആ പെട്ടകത്തിൽ കയറി. അവർ ഈ വചനപ്രകാരം നിലനിൽക്കുന്ന കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആ സ്വർഗീയ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പറ ഒരു കസേര കാണുന്നുണ്ട്. ആ കസേരയിൽ ഒരു അങ്കിൾ ഇരിപ്പുണ്ട്. അദ്ദേഹം പണ്ട് പട്ടണവാദത്തിൽ ഇരുന്ന അങ്കിളാണ്. അങ്കിളിന്റെ പേര് ഓർമ്മയുണ്ടോ? ലോത്തങ്കിൾ. ലോത്തങ്കിൾ. ലോത്തങ്കിൾ അവിടെ ഇരിപ്പുണ്ട്. കൂടെ ആരുണ്ട്? ഭാര്യ. അവള് നീരോട്ടത്തിന്റെ ആശാത്തിയായിരുന്നു. അവളിൽ നിന്ന് ഇവന് നീരോട്ടം കിട്ടിയത്. ലോത്തിൽ നിന്നല്ല, അവളിൽ നിന്നാണ് നീരോട്ടം അവനിലേക്ക് കയറിയത്. ഹവ്വയിൽ നിന്ന് ആദാമിലേക്ക് കയറി എന്ന് പറഞ്ഞതുപോലെ ഇവളിൽ നിന്നാണ് നീരോട്ടം കയറിയത്.
ഇത് ദൂതാകട്ടോ. ദൈവത്തിന്റെ സഭയിലെ പ്രവാചകനാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള മോനെ മോളെ വിളിക്കുന്ന പ്രവാചകനല്ല. ദൈവത്തിന്റെ സഭയിലെ പ്രവാചകൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു രാവിലെ. ഇന്നലെ പ്രവാചകൻ വന്നില്ല, ഇന്ന് പ്രവാചകൻ വന്നിരിക്കുന്നു. അവളുടെ ഉള്ളു മുഴുവൻ നീരോട്ടത്തിലായിരുന്നു. അവൾ അവനെ വീഴിച്ചു. എപ്പോഴും ഇപ്പൊ അവൻ തന്നെയുണ്ട്. അവർ കുടുംബമായി ഈ പ്രമാണത്തിന് വേണ്ടി നിന്നു. അവർ നശിച്ചു പോകുന്ന, അന്നത്തെ ഭാഷയിൽ വെള്ളത്താൽ മുക്കിക്കളയാൻ പോകുന്ന ഭൂമിയിൽ സ്വപ്നം നെയ്തില്ല. അവരുടെ ആശാപാശങ്ങൾ അതിലേക്ക് കുറ്റിയടിച്ചില്ല. അതുകൊണ്ട് അവർ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു. ഒന്നും നഷ്ടപ്പെട്ടില്ല. മരുമക്കളൊന്നും കളി പറയുന്നവരായിരുന്നില്ല കേട്ടോ. ഇങ്ങേ സൈഡിലോ അച്ചായന്റെ മരുമക്കൾ എന്താ പറയുന്നത്? ഓ, ഇതെല്ലാം കളിയാന്ന് അവർ ചിന്തിക്കുന്നത്. കളി. അങ്ങനെ ആരെല്ലാം വന്ന് എന്തെല്ലാം പ്രസംഗിക്കും, എല്ലാം ഒന്നും നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുമോ? എല്ലാം ഒന്നും നമ്മൾ ഏറ്റെടുക്കണ്ട. ഈ ലോകത്തായി ഇരിക്കുന്ന പോലെ നമ്മളും ഇരിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് ഈ സ്വർഗീയ പ്രത്യാശ, ഈ ക്രിസ്തീയ പ്രത്യാശ അകത്ത് കാത്തു സൂക്ഷിച്ചു കൊള്ളണം. മടുക്കരുത്, വിശ്വാസത്തിൽ മടുക്കരുത്. വിശ്വാസത്തിൽ വർദ്ധിക്കുന്നവരും ആ പ്രത്യാശയും ഓൾറെഡി എന്ത് ചെയ്യുന്നത്? ആ വിശ്വാസം അകത്ത് കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ വിശ്വാസം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? റോമാലേഖനം 10:17, റോമൻസ് 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും. അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മൾ പറയും അത് ഭയങ്കര വചനം പ്രസംഗിക്കുന്നയാളെ, ഇത് ഭയങ്കര വചനം പ്രസംഗിക്കുന്നയാളെ, മറ്റേയാൾ വചനം മാത്രമേ പ്രസംഗിക്കൂ. അതൊക്കെ സത്യമാണ്. പക്ഷെ പ്രസംഗിക്കുന്നത് എന്ത് വചനമാണെന്ന് വായിച്ചേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വചനമൊക്കെ എല്ലാവരും പ്രസംഗിക്കും. രാവിലെ പ്രസംഗിച്ചു തുടങ്ങിയ രാത്രി ആയാലും നിർത്താതെ പ്രസംഗിക്കും. അതിനുള്ള സ്റ്റോക്കൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ക്രിസ്തുവിന്റെ വചനമാകണമെന്നില്ല. യേശു ക്രിസ്തുവിന്റെ വചനം അത് നമുക്ക് എപ്പോഴും ആശ്വാസം കിട്ടുന്നതായിരിക്കണമെന്നുമില്ല. അത് നമ്മെ എപ്പോഴും ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. അങ്ങനെ അടുപ്പിക്കണമെങ്കിൽ കയ്യിലുള്ള പലതും വെട്ടി മാറ്റേണ്ടി വരും. അങ്ങനെ എപ്പോഴും വെട്ടുക എന്നല്ല അർത്ഥം. നമ്മെ നിർബന്ധിക്കും. ആ വചനം നമ്മെ എന്ത് ചെയ്യും? പ്ലീസ് ആ ബാണ്ടക്കെട്ട് ഊരിക്കള. എന്നേക്കാളധികം അപ്പനെ സ്നേഹിക്കുന്ന ബാണ്ടക്കെട്ട് ഊര്. എന്നേക്കാളധികം ഭാര്യയെ സ്നേഹിക്കുന്ന ആ ബാണ്ടക്കെട്ട് അഴിച്ചുമാറ്റ്. എന്നേക്കാളധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന ബാണ്ടക്കെട്ട് മാറ്റ്. യേശുവിന്റെ വചനം നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ വചനം നമ്മെ ലൂക്കോസ് 9:23, ലൂക്ക് 9:23, ലൂക്ക് 9:23. ലൂക്കോസ് 9:23. ലൂക്കോസ് 9:23. അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അനുഗമിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നമ്മെ അവനോട് ചേർന്ന് അവനോട് കൂടെ സഞ്ചരിക്കുമാറാകണമെങ്കിൽ അവന്റെ വചനം പ്രസംഗിക്കണം. യേശുവിന്റെ തിരുവായിൽ നിന്നും ഒഴിഞ്ഞ ഇന്നേക്ക് 2000 വർഷം പിറകിൽ, ഏകദേശം 2000 വർഷം പിറകിൽ പലസ്തീനിന്റെ മണ്ണിൽ അന്നത്തെ അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാവിഹീനരായ, വലിയ പരിഷ്കാരങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിലെ ജനത്തോട് ഒരു മറയുമില്ലാതെ യേശു പ്രസംഗിച്ച അതേ പ്രസംഗം ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കണം. ഞങ്ങൾ ഇന്ന് പ്രസംഗിച്ചാൽ കുഴപ്പമാണ്, ആള് പറയും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ അവസാനിപ്പിക്കും. ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിക്കണം. Deny yourself. തന്നെത്താൻ നിഷേധിച്ച് ഡെയിലി ക്രോസ് ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കാണാം. ദിനം പ്രതി ക്രൂശ് ഉണ്ട്. ക്രൂശിന്റെ അനുഭവം ഉണ്ട്. അപ്പൊ പത്രോട്ടം പറയാ, ക്രൂശൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് പോവാൻ, കുടില് കെട്ടിക്കൊണ്ടിരിക്കാതെ. കുടില് കെട്ടാനല്ല യേശു വന്നത്, ക്രൂശേ കയറാനാ വന്നത്. ഇന്നലെ സൂചിപ്പിച്ചു ഞാനവൻ യേശു ക്രിസ്തു 3.5 വർഷം ഇവിടെ നമ്മൾ പറയുന്ന സോ കോൾഡ് വിടുതലുകളെല്ലാം കൊടുത്ത് എല്ലാവരെയും ബ്ലസ് ചെയ്ത് ആ ഒലിവുമലയിൽ നിന്ന് അങ്ങ് ടാറ്റ പറഞ്ഞ് പോയിരുന്നെങ്കിൽ നമ്മൾ ഈ പുസ്തകം പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുവോ? അപ്പൊ
ക്രൂശ് കയറാൻ തന്നെ വന്നതാ. അവനെ ആരും കൊന്നതല്ല, അവനെ ആരും കൊന്നതല്ല, അവൻ മനഃപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവൻ തന്നെ പറയുന്നു, എന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, അതിനെ വീണ്ടുകൊള്ളുവാനും എനിക്ക് അധികാരമുണ്ട്. ആ അധികാരമുള്ള അധികാരസ്ഥൻ വന്ന് പിതാവിനെ ഇഷ്ടം ചെയ്തു. അവൻ നമ്മോട് പറയുന്നു, എന്നെ അനുഗമിക്കാൻ ഞാൻ പിതാവിനെ ഇഷ്ടം ചെയ്തു. എന്നെ അനുഗമിക്കാൻ നിങ്ങൾക്ക് പദ്ധതി ഉണ്ടെങ്കിൽ എന്റെ ഇഷ്ടം ചെയ്യണം. ആ ഇഷ്ടമാ പറഞ്ഞത്. ദീനം പ്രതി എന്ത് ചെയ്യണം? പക്ഷേ കേരളത്തിലെ പെന്തിക്കോസ് സംഘടന ചർച്ചുകളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീമിൽ വലിയ വലിയ ബിഗ് ചർച്ചസ് ഉണ്ട്. ഇവിടെയുണ്ട്, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. എല്ലാ ചർച്ചുകാർക്കും ഇപ്പോൾ സ്വന്തമായിട്ട് വലിയ ട്രക്കുകളുണ്ട്, ടോറസ് ലോറികൾ, സ്വന്തമായ ട്രക്കുകൾ. അത് എന്തിനാണെന്നറിയാമോ? ആ ട്രക്കുകൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന വിശ്വാസികളുടെ ഈ ക്രൂശുകൾ അൺലോഡ് ചെയ്ത് അതിനകത്തേക്ക് കയറ്റും. അങ്ങനെ എല്ലാവരുടെയും ക്രൂശുകൾ എടുത്തു മാറ്റാൻ, അവർക്ക് വിടുതലുകൾ കൊടുക്കാൻ എല്ലാ സ്ഥലങ്ങളിലും അവർ ഈ ലോറികൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ അയച്ചിട്ട് നമ്മുടെ ക്രൂശൊക്കെ അവർ കൊണ്ടുപോകും. അങ്ങനെ നമ്മളെ ഫ്രീ ആക്കി. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ, എല്ലാ ക്രൂശും മാറട്ടെ. ഇപ്പൊ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ പഴയ പാട്ടുകളൊക്കെ പുസ്തകമൊക്കെ മറിച്ച് നോക്കണം കേട്ടോ. വേദവസം മറിക്കുന്ന പോലെ മറിച്ച് നോക്കണം. ഹാ ചിന്തിക്കുവിൽ പരദേശികൾ നാം എന്ന പാട്ടൊക്കെ പ്രായമുള്ള ആളുകളോട് ഇരിപ്പുണ്ട്, അവർക്കൊക്കെ അറിയാമായി. ആ പാട്ടിന്റെ വരികളൊക്കെ ഒന്ന് പഴയ ഭക്തന്മാർ പാടി ഒന്ന് കേട്ടു നോക്കണം. ക്രൂശ് മാറ്റുന്ന മാർഗമല്ല ഇത്, ക്രൂശ് ചുമക്കാനുള്ള കൃപ ലഭിക്കുന്ന മാർഗമാണ്. ആ ക്രൂശ് ചുമന്നാണ് നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അത് കരഞ്ഞുകൊണ്ടല്ല, ആനന്ദത്തോടെ സന്തോഷത്തോടെ ആ ക്രൂശ് വഹിച്ച് നാം പോകും. നമ്മുടെ ജഡമോഹങ്ങളെ ക്രൂശ് തറയ്ക്കും. അവന്റെ ഉപദേശത്താൽ നാം അതിനെ തറയ്ക്കും, ക്രൂശിക്കും, ദിനം പ്രതി ക്രൂശിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ. പക്ഷെ ഇന്നത്തെ വിശ്വാസികൾക്ക് ജയിക്കാൻ ആഗ്രഹമില്ല. അവർക്ക് ഈ ഭൂമിയിൽ 1 കൊരിന്ത്യർ 15:19 1 Corinthians 15:19 1 Corinthians 15:19 നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കറക്റ്റല്ലേ? കറക്റ്റല്ലേ? അത് കറക്റ്റ് ആകട്ടോ. ഈ വചനത്തിന് ഒരു മാറ്റമില്ല, തെറ്റു. അന്ന് ഇത് 18,000 വർഷം പുറകിൽ എഴുതിയതാണെങ്കിൽ ഇന്നും ഇത് നമ്മുടെ ലൈഫിൽ കൃത്യമാണ്. അതിന് എന്തെങ്കിലും ശോഭ കുറഞ്ഞിട്ടുണ്ടോ വാക്കിന്? അതിനകത്ത് പവർ കുറഞ്ഞു പോയിട്ടുണ്ടോ വാക്യത്തില്? ഇന്നും അത് തന്നെയാണ്. ഈ ആയുസിലെ കാര്യങ്ങൾ കണ്ടും കേട്ടും ചുറ്റുപാടും ഒക്കെ നോക്കി അതെല്ലാം കേവലമെന്ന് നാം എണ്ണിയാൽ, കൗണ്ട് ചെയ്താൽ നാം ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ളവരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്. ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു, ലോകത്തിലുള്ള എല്ലാവരും പഠിപ്പിക്കുന്നു, ഞാനും പഠിപ്പിക്കുന്നു. ഞാൻ അവനെ പഠിപ്പിക്കുന്ന കളക്ടർ ആക്കാനോ എഞ്ചിനീയർ ആക്കാനോ ഡോക്ടർ ആക്കാനോ അല്ല. അത് ദൈവം എന്താന്ന് വെച്ചാൽ ആക്കട്ടെ, ഭംഗിയായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കും. എന്താകണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതേ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ പ്രത്യാശയില്ലാത്ത സമൂഹത്തിന്റെ നടുവിൽ അവരുടെ ഉള്ളിലേക്ക് ഈ പ്രത്യാശ വരുവാൻ അങ്ങയുടെ വേലക്കാരനാക്കണമേ. ലോകത്തിലെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ 0 വാല്യൂ ഉള്ളൂ വില ദൈവസന്നിധിയിൽ. ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ പറഞ്ഞത്? അത് ശരീരത്തിന്റെ ഡോക്ടർ, അത് മണ്ണിൽ വെക്കാനുള്ളതാ ശരീരം. അതിന് വലിയ കാമ്പും കഴമ്പൊന്നുമില്ല ആ ഡ്യൂട്ടിക്ക്. ഇനി വക്കീലിന് എന്തോന്ന് ഡ്യൂട്ടി, എന്തോന്ന് കാമ്പും കഴമ്പുണ്ട്. വേറെ എന്തെല്ലാം ജോലികൾ നമ്മൾ ചെയ്യുന്നു, അതെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പ്രിയരെ. എന്നാൽ ഈ ജനത്തെ കൈപിടിച്ച് ദൈവത്തോട് നിരപ്പിക്കുന്ന ഓരോ നിരപ്പിന്റെ ശുശ്രൂഷ, ഈ പ്രിയപ്പെട്ടവരെല്ലാം, ഈ ലോകത്തിലുള്ള ജനത്തെയെല്ലാം ഈ സ്വർഗീയ പ്രത്യാശ അവരുടെ അകത്ത് കൊടുത്ത് അവർ പുതിയ ഓഹരിക്കാരനാക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന വിളി, അത് എത്ര ഭയങ്കരമായിരിക്കും. അവർ നിത്യതയിൽ വാഴുന്നവരാ കേട്ടോ, അവർ പ്രതിഫലങ്ങൾ വാങ്ങുന്നവരാ. അതുകൊണ്ട് എന്റെ ചിന്തയും എന്റെ ആഗ്രഹവും എന്റെ കുഞ്ഞ് ദൈവസന്നിധിയിൽ എന്ത് വാങ്ങണം? ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് ഒരു മെഡൽ വാങ്ങിയാൽ ആ മെഡലിന് എന്ത് വിലയുണ്ട്? തൽക്കാലത്തേക്ക് നമുക്ക് പറയാം, ഓ എന്റെ മോൾ മനോരമയിൽ വന്നു, മനോരമയിൽ ഫ്രണ്ട് പേജിൽ വന്നു, ഓക്കെ വന്നു. നിന്റെ മോള് രക്ഷിക്കപ്പെട്ടോ? അതില്ല. എന്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. നിന്റെ മോള് രക്ഷിക്കപ്പെട്ടോ? പെട്ടു. നിന്റെ മോൾ അഭിഷേകം പ്രാപിച്ചോ? ഓ അഭിഷേകത്തിൽ നമുക്ക് വേണ്ടി വിശ്വാസം.
അവൾ സ്നാനപ്പെട്ടു, അവൾക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവൾക്ക് വേദോത്സവം വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പുകഴുകയാണ്. നമ്മൾ പുകഴുക, പലതിലും പുകഴുക. ദൈവസന്നിധിയിൽ അത് യോഗ്യമല്ലെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭക്തിയുള്ളവരായിരിക്കണം. അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നമ്മൾ മറ്റ് കാര്യങ്ങളിൽ പുകഴുന്നു പ്രിയരെ. അത് പുകഴുന്നത് കൊണ്ടാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല. വെരി ഫാസ്റ്റ് ഇന്നലെ രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തു. ഒരു പിടിയിൽ ആരായിരിക്കുന്ന, പേരെന്താ, ജോലി എന്താ, ഒന്നും നിങ്ങളെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പ്രസംഗിക്കുന്നത് പുതിയ വിശ്വാസികളോടോ പുതുതായി വന്നവരോടോ അല്ല, വർഷങ്ങളായി വിശ്വാസത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. കാരണം 21 ദിവസത്തെ മീറ്റിംഗിൽ 19 ദിവസവും പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി ആ പ്രസംഗവും ശുശ്രൂഷകളും. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, എന്റെ പ്രിയർക്ക് വേണ്ടി 2 ദിവസം മാറ്റി വെക്കുക. 2 ദിവസം അത് തെറ്റാണ്. 19 ദിവസം എല്ലാവർക്കും വേണ്ടി മാറ്റിവെച്ചു. 2 ദിവസം കൊലോസ്യ ലേഖനം 1:28 വേണ്ടി മാറ്റിവെക്കണം. വായിച്ചോട്ടെ, കൊലോസ്യ ലേഖനം 1:28, കൊലോഷ്യൻസ് 1:28. 2 ദിവസം, 2 ദിവസം. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിട്ട് ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് പോരാട്ട വീര്യത്തോടെ നിന്ന് പ്രിയരെ നിങ്ങളോട് ഹൃദയപൂർവ്വം താഴ്മയോടെ കാല് പിടിച്ചു പറയുകയാണ്, ക്രിസ്തുവിൽ നാം തികഞ്ഞവരാകണം. നമ്മെ അതിനായിട്ടല്ലോ വിളിച്ചിരിക്കുന്നത്. ലോക കാര്യങ്ങൾ മാറ്റിവെക്കുക. പ്ലീസ് പ്ലീസ്, അവനെ പോലെ ആകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി നിങ്ങൾ കേട്ട കാര്യം ഈ എറണാകുളം പട്ടണത്തിൽ ഒരു കുഞ്ഞ് കേട്ടിട്ടില്ല. ഇന്നലെ രാത്രി നിങ്ങളോട് ഞാൻ സംസാരിച്ച വചനം ഈ പട്ടണത്തിൽ ഒരു മനുഷ്യൻ കേട്ടിട്ടുള്ള കാര്യമല്ല. അത് നിങ്ങൾ കേട്ടു. കർത്താവേ, ഞാനത് പറയണമോ എന്ന് ദൈവത്തോട് ഹൃദയപൂർവ്വം ചോദിച്ചു. കാരണം അത്ര ഗംഭീര കാര്യങ്ങൾ അങ്ങനെ ചുമ്മാ കൊണ്ടുപോയി ഇടേണ്ട കാര്യമില്ല. അത്ര ആർത്തിയുള്ളവർക്ക് മാത്രം വിളമ്പേണ്ടുന്ന ഉന്നതമായ ഭക്ഷണമായിരുന്നു, ഉന്നതമായ ഒരു മീലായിരുന്നു ഇന്നലെ വിളമ്പിയത്. അതിനപ്പുറം വല്ലതും കേൾക്കാനുണ്ടോ? ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ലഭിച്ചെന്ന് പറഞ്ഞാലും അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറമാണ്. ഞാനും പിതാവും ഒന്നാകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്, ഒന്നായി കഴിഞ്ഞാൽ പുതിയ യെരൂശലേമിൽ നാം ഒരുമിച്ച് എത്ര കാലമാണ്? യുഗകാലം. കണക്കൊന്നുമില്ല, പറയാവുന്ന ലാംഗ്വേജ് യുഗകാലം. വേറെ ഭാഷയില്ലാത്തതുകൊണ്ട് അനന്തകാലെന്നോ അല്ലെങ്കിൽ നിത്യത, അതൊക്കെ നിത്യത, നിത്യത മുഴുവൻ, നിത്യത നിത്യത, അത് നിത്യത മുഴുവൻ നാം അവനോടുകൂടെ വാഴും. ആ വാഴ്ചയുടെ നേച്ചർ എന്താന്ന് പുസ്തകം പൂർണ്ണമായി പഠിപ്പിക്കുന്നില്ല, അത് മറഞ്ഞിരിക്കുന്നു. ചെല്ലുമ്പോൾ അറിയാം. അനേക കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്, അനേക കോടാനുകോടി ഗ്രഹങ്ങൾ, സംവിധാനങ്ങൾ, കാര്യങ്ങൾ. നമ്മുടെ പിതാവിന് എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന് ഒന്നും ഇന്ന് നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം നാം ഏത് വിധത്തിൽ വാഴുന്ന വാഴ്ചക്കാരാകും, നാം ഏത് നിലയിലുള്ള രാജാക്കന്മാരായിരിക്കുമെന്നൊക്കെ. അതെല്ലാം ഒരുവന്റെ അകത്തേക്ക് കയറിയാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, നേരത്തേക്കുള്ള കഷ്ടങ്ങൾ, ഇതെല്ലാം അതിന്റെ വലിയ വിഷയമാകട്ടോ. ഈ കാലഘട്ടത്തിലെ മലയാളി പെന്തിക്കോസിനെ പഠിപ്പിക്കാൻ ദൈവം തന്ന വിഷയമാണ്. ഇന്നലെ പറഞ്ഞില്ലേ, ആ നീളമുള്ള അവറാനെ ഇങ്ങനെ ആക്കുന്ന കാര്യം, അതും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം. ഒത്തിരി സമയം വേണമായിരുന്നു പറയണമെങ്കിൽ. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം അവകാശമാക്കണം. ഓരോ പറയുന്നു അങ്ങനെയെല്ലാം നമ്മെ പല ട്രാക്കിലൂടെ, വെള്ളത്തിലൂടെ, തീയിലൂടെ എല്ലാം നമ്മുടെ പിതാവ് കടത്തിവിടുന്നത് നാമെ ഒന്ന് ഉടയ്ക്കാനാ, നമ്മെ ഒന്ന് എന്ത് ചെയ്യാനാ? ഉടയ്ക്കണം, ഒന്ന് കുറയ്ക്കണം, നമ്മെ ഒന്ന് ചെറുതാക്കണം. നാം ചെറുതല്ലല്ലോ, നാം വലിയവരല്ലേ. അതുകൊണ്ട് നാമെ ഒന്ന് ഉടയ്ക്കണം. സങ്കീർത്തനം 34:18 വായിച്ചു. സങ്കീർത്തനം 34:18. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ, അവൻ നുറുങ്ങാത്തവർക്കും
ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. വെറുതെ നുറുങ്ങിയവർക്ക് യഹോവ ഓക്കെ, തർക്കമറ്റ വസ്തുത. അപ്പൊ മറുചോദ്യം അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അത് വരികൾക്കിടയിലാണ് കിടക്കുന്നത്. കണ്ടെത്തണം നമ്മൾ. എന്താ നുറുങ്ങാത്തവർക്കോ? രക്ഷിക്കപ്പെട്ടതാ, നീ സ്നാനപ്പെട്ടതാ, അന്യഭാഷയും മറുഭാഷയും എല്ലാം പറയും. ഓക്കെ, എല്ലാം വേണ്ട രീതിയിൽ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ സാധനം പറയാൻ നുറുങ്ങിയിട്ടില്ല. അപ്പോഴെങ്ങനെയായിരിക്കും? സമീപസ്ഥനല്ല. അതിന് നല്ല വാക്ക് പറ. അത് ദൂരസ്ഥനായിരിക്കും. ദൈവം ദൂരസ്ഥനായിരിക്കുമ്പോൾ പ്രത്യാശ വർദ്ധിക്കുമോ? അവിടെയായി നിരാശ. അന്നേരാ വിളിക്കുന്നത്. ഹലോ പ്രവാചകനല്ലേ? അതെ അതെ അതെ. ഇങ്ങനെ ഒരു ചുമ വരുന്നു ഇതിലെ. NH47 വഴി ഒരു പനി പോകുന്നുണ്ട്. അത് ഇങ്ങോട്ട് വരുമോ എന്നൊരു സംശയം പ്രാർത്ഥിച്ചാട്ടെ. അപ്പൊ പുള്ളി 5-6 അന്യഭാഷ പറയുന്നു. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഫീസ് ഞാൻ പിന്നെ അതിൽ പോകുമല്ലോ. അപ്പൊ അതിൽ വന്ന് കയറി അച്ഛനെ കണ്ടിട്ട് പോകണം. നേരം കൈകാര്യം ചെയ്തോളാം. അപ്പൊ നമ്മൾ ഫീസൊക്കെ കഴിച്ചു. ചുമയും മാറി. അതാ രസം. നമുക്ക് ചുമയായിട്ടിരുന്നു. പുള്ളി പറഞ്ഞു ചുമ മാറി. ഈ ബോധ്യമകത്തുണ്ടെങ്കിൽ നാം വസിക്കേണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:14 വായിച്ചു. ഐശയ്യാ 33:14. ഐശയ്യാ 33:14. സീയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കമുട്ടിരിക്കുന്നു. അടുത്തത്, നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും. നമ്മിൽ ആർ നിത്യ ദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. മതി മതി മതി. ആ നിത്യ ദഹനങ്ങളുടെ അടുക്കൽ, ആ തീയുടെ അടുക്കൽ പാർത്താൽ നിരാശ ഉണ്ടാകുമോ? നിരാശ വന്നാൽ അത് കരിഞ്ഞു പോകും. തീയുടെ സ്വാഭാവിക സ്വഭാവം എന്താ? തീയുടെ നേച്ചർ എന്താ പ്രിയരെ? കരിച്ചുകളെ. അപ്പൊ ആ തീയുടെ അടുക്കൽ എപ്പോഴും പാർത്താൽ ജഡമോഹഭാഗത്തേക്ക് വന്നാൽ, അതുകൊണ്ടല്ലേ നമ്മൾ പാർക്കാറുള്ളത്. ആ മോഹങ്ങളെ താലോലിക്കുന്ന ഒരു സുഖമല്ലേ? നമുക്ക് അനേകം മോഹങ്ങളും ആഗ്രഹങ്ങളും ഡിസൈറുകളും ഒക്കെ ഉണ്ടല്ലോ. സങ്കീർത്തനം തന്നെ നമുക്ക് അതിന് പിന്തുണയും നൽകുന്നുണ്ടല്ലോ. എന്റെ ആഗ്രഹങ്ങളെ അവൻ അതൊക്കെ വ്യാഖ്യാനിക്കാൻ അറിയാൻ പാടില്ലാതെ വ്യാഖ്യാനിച്ചാൽ നരകം മുമ്പിൽ റെഡി. പഴയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നാം വ്യാഖ്യാനിച്ചില്ലെങ്കിൽ വഴിമാറിപ്പോകും. നിന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നാം ധരിക്കുന്ന നമ്മുടെ ലോകപരമായ ഡിസൈറുകളല്ല. പിന്നെ എന്തായിരിക്കും നമ്മുടെ ആഗ്രഹം? എന്തായിരിക്കും? സങ്കീർത്തനം 73:25. സങ്കീർത്തനം 73:25. ആഗ്രഹം, പുതിയ നിയമ ഭക്തന്റെ ആഗ്രഹം. ഒന്നുകൂടെ വായിച്ചു. സൗരന്മാരുടെ ഭാഗത്ത് ഇനി ആരെങ്കിലും ഒരാൾ വായിച്ചു. സൗരന്മാരുടെ ഭാഗത്ത് വായിച്ചു. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ കർത്താവ് സകല ആഗ്രഹവും നമുക്ക് പൂർത്തിയാക്കുമെന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ. എന്താ സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങൾ? അത് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്യണം. ഇനി വീട്ടിൽ പോയിരുന്നു, പിതാവേ എന്റെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അത് പരിശുദ്ധാത്മാവിലാണോ അത് ജഡത്തിലാണോ? വാട്ട് ഈസ് ഫ്ലഷ്? എന്താണ് ജഡം എന്ന് പഠിക്കണം. എന്താണ് ജഡം എന്ന് പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ തീർന്നു. അത് പഠിക്കാത്ത ഉപദേശിയായിരുന്നു ഞാൻ. അതുകൊണ്ട് അനേകരുടെ പോലെ ഞാനും പാട്ടും കൂത്തും പരിപാടിയൊക്കെ ആയിട്ട് നടന്നു. എന്നാൽ ജഡം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ, സ്വർഗീയ പിതാവ് അതിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തന്നപ്പോൾ, ഞാൻ അപകടരേഖയുടെ മുകളിലൂടെ പോകുന്നു. പിതാവേ രക്ഷിക്കൂ. ഓടി രക്ഷപ്പെട്ട മനുഷ്യനാണ്. ആ ആഗ്രഹങ്ങളാകുന്ന കാണാ കയത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ആഗ്രഹങ്ങളുടെ കാണാ കയം. ആ ആഗ്രഹങ്ങളുടെ പേരുകൾ എന്നെ വലിച്ചതിന്റെ താഴേക്ക് കൊണ്ടുപോയാൽ കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഉപദേശി പണിക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യം. ഇപ്പൊ ഒറ്റ ആഗ്രഹവും എന്റെ പ്രിയന്റെ മനോഹരത്തെ കാണും. ഇതാ ഭക്തന്മാരുടെ ആഗ്രഹം. അവര് ചപ്പ് ചവറ് തേങ്ങ മാങ്ങ അതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. അതെല്ലാം നിലനിൽക്കുന്നതല്ല. എന്റെ മലയാളം പിടിയിട്ടുന്നുണ്ടോ? എന്റെ മലയാള സൗകര്യമാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അല്ല, ഓരോ ഏരിയയിലെ ഭാഷാ വ്യത്യാസങ്ങളുണ്ട്. ഇത് എറണാകുളം ജില്ലയിലെ ഭാഷയാണെന്ന് തോന്നുന്നു. പിടിയിട്ടുണ്ടല്ലോ അല്ലെ?
വളരെ സ്ലോയിലല്ലേ ഞാൻ പറയുന്നത്. കേൾക്കുമ്പോ അരോചകം തോന്നുന്നുണ്ടോ? എന്ത് ചെയ്യാം, ഇതിങ്ങനെ അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് കൃപ ലഭിക്കാൻ. ഇതൊക്കെ വളരെ മാധുര്യത്തോടെ പറയാൻ പാകത്തിന്, മറ്റുള്ളവർക്ക് ആലോചന ഉണ്ടാകാത്ത രീതിയിൽ ആളുകൾ ഇടയ്ക്ക് എഴുന്നേറ്റ് പോലും ചെയ്യാതിരിക്കാൻ പാകത്തിന് എനിക്കൊരു കൃപ ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്കായി ഒരുക്കുന്ന കാര്യങ്ങൾ അത് ക്ഷയം, മാലിന്യം, വാട്ടം ഏതുമില്ലാത്ത കാര്യങ്ങൾ. അതല്ലാതെ ക്ഷയവും മാലിന്യവും വാട്ടമുള്ള കാര്യങ്ങൾക്ക് നാം സ്വപ്നം കാണുകയാണെങ്കിൽ ഈ ആയുസിൽ നമ്മെ പോലെ പോഷന്മാരുണ്ടോ? ഇങ്ങനെയല്ലേ പ്രിയരെ പ്രസംഗിക്കണ്ടേ? ഇങ്ങനെ തന്നെയാണോ? അത് ഞാൻ വേറെ ഏതെങ്കിലും ലൈഫ് ട്രാക്കിലേക്ക് മാറണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുപദേശം താ. ഈ വരാൻ പോകുന്ന ആ കാര്യങ്ങളുടെ ആ തേജസ്സകത്ത് മിന്നുമ്പോൾ പൗലോസ് പറയാണ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. റോമലേഖനം 8:17-18 വായിച്ചു. റോമൻസ് 8:17-18. റോമലേഖനം 8:17-18. നാം മറ്റൊന്നിലെ അവകാശങ്ങളുമാകുന്നു, ദൈവത്തിന്റെ അവകാശങ്ങളും ക്രിസ്തുവിന്റെ കൂട്ടവകാശങ്ങൾ തന്നെ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ നാം മക്കളെങ്കിൽ അവകാശികൾ. ഓക്കെ, എന്നിട്ട് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശങ്ങൾ തന്നെ. ഇന്നലെ നമ്മൾ വായിച്ചു എഫേസ്യ ലേഖനത്തിൽ നാം ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. കൂട്ടവകാശികളും ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ തന്നെ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് യേശു ക്രിസ്തുവിനോട് കൂടെ നാം തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അവനോടുകൂടെ നാമും കഷ്ടം അനുഭവിക്കണം. നാളെ പറയാനത്തില്ലെങ്കിൽ ഇന്ന് തീർത്ത് പറയാണ്. ടോപ്പിക് ഗംഭീര ടോപ്പിക്. ആ ടോപ്പിക് എടുക്കുന്നില്ല, ഒരു വാക്യം അവസാനിപ്പിക്കുക. ഈ വാക്യം വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അവനോടുകൂടെ കഷ്ടം സഹിച്ചെങ്കിലേ തേജസ്കരണത്തിലേക്ക് വരത്തുള്ളൂ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നാം 2 കൊരിന്ത്യർ 3:18 കൂടെ വായിച്ചു. 2 കൊരിന്ത്യർ 3:18. 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നാം എല്ലാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. വാസ്തവമായി രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ വീണ്ടും ജനിച്ച് ദൈവകൃപയിലേക്ക് ദൈവ കുടുംബത്തിലേക്ക് വരുന്നൊരു ദൈവ പൈതലിന് തേജസ്സിന്റെ വസ്ത്രം ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ തേജസ്സിന്റെ വസ്ത്രം കൊണ്ട് നമുക്ക് പുതിയ ഭൂമി വരെ വരുവാൻ കഴിയൂ. പുതിയ യെരൂശലേമിലേക്ക് കടക്കണമെങ്കിൽ ഇതും വലിയ പഠനമാണ്. തേജസ്സിന്മേൽ, അതിനാണ് 70 ഏറിയാൽ 80 90 100 150 എത്ര വരെയാണെങ്കിലും ടൈം തന്നിരിക്കുന്നത്. മക്കളെ കെട്ടിക്കാനല്ല, അവരുടെ മക്കളെ കെട്ടിക്കാനല്ല, അവരുടെ കുഞ്ഞുങ്ങളെ കാണാനല്ല. പ്രായമുള്ളവർ കേട്ടുകൊള്ളുക. മക്കളെ കെട്ടിക്കാനുമല്ല, അവരുടെ കുഞ്ഞുങ്ങളെ കാണുവാനുമല്ല, അവരുടെ തലമുറയെ കാണുവാനുമല്ല നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ എന്തിനാ? അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. ഒരുക്കം പൂർത്തിയാകണം. ഇത്രയും പറഞ്ഞാൽ പോരെ? നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് പിടികിട്ടിയോ? തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. നാം രക്ഷിക്കപ്പെടുമ്പോ തേജസ്സിന്മേൽ തേജസ് ഒന്നും ആർക്കും ലഭിക്കുന്നില്ല. ഈ ഭൂമിയിൽ നമ്മെ പ്രാണനോടെ ജീവനോടെ വെച്ചിരിക്കുന്നത് അത് അച്ചീവ് ചെയ്യാനാ. അതിന് നമ്മെ പല ട്രാക്കിലൂടെ പിതാവ് വിടും. ആ പാത വെളിപ്പെടണം നമുക്ക്. ആ പാത എനിക്ക് വെളിപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. എങ്കിലേ കിരീടം തലയിൽ വരുള്ളൂ. അല്ലെങ്കിലോ ദാനിയേൽ 12:2. ദാനിയേൽ 12:2. ദാനിയേൽ 12:2. ചിലർ നിത്യ നിന്ദയ്ക്കായും, ചിലർ നിത്യ ലജ്ജയ്ക്കായും, ചിലർ നിത്യ ജീവനായും. 3 വിഷയങ്ങളാണ്.
സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ഭൂമിയിൽ ലഭിച്ച ആയുസ്സും സമയവും കൃപയും നാം അഗണ്യമാക്കി. വൈകുന്നേരം അല്പം തൊട്ടത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമസഭയ്ക്ക് സംഭവിക്കുന്ന അപജയം ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിച്ചു. അതാണ് ഗലേഷ്യൻസ് 3:3 പറയുന്നത്. ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിച്ചു. ഈ മുൻപിൽ വെച്ചിരിക്കുന്ന ബിരുദം അഗണ്യമാക്കി. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണമെന്ന് പിതാവ് പറഞ്ഞെങ്കിലും നാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ് തിരിച്ചുവിട്ടു. അങ്ങനെ നാം ചെല്ലുമ്പോൾ അവിടെ ചെല്ലും, നരകത്തിലൊന്നും ആരും പോവില്ല. പക്ഷേ നിത്യ ലജ്ജ, പ്രതിഫലങ്ങളില്ല, കിരീടങ്ങളില്ല, സിംഹാസനത്തിൽ ജയിച്ചില്ല. ഒരു കാര്യത്തിലും മോഹങ്ങളെ അതിജീവിച്ചില്ല, ജഡമോഹങ്ങളെ ഓവർകം ചെയ്തില്ല, കൺമോഹങ്ങളെ ഓവർകം ചെയ്തില്ല, ജീവന പ്രതാപങ്ങളെ ഓവർകം ചെയ്തില്ല. പിന്നെ പാട്ട് പാടി ഇങ്ങനെ നടന്നു. മാറ്റമില്ലാത്ത വചനമാണ് നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കുന്നത്. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നാം ഉയർന്നേ തീരൂ. നിർബന്ധമാണ്. ആത്മീകത്തിൽ നാം സമ്പന്നരാകണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം, കൃപമേൽ കൃപ പ്രാപിക്കണം, ജീവന്റെ സമൃദ്ധി പ്രാപിക്കണം. അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. സ്വർഗീയ സമ്പന്നത ഭൂമിയിൽ നിക്ഷേപമല്ല, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാകണം. അത് മാത്രം മതിയോ? സങ്കീർത്തനം 45:13-14 വായിച്ച്. Psalms 45:13 and 14. സങ്കീർത്തനം 45:13-14. ഇപ്പൊ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസം കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസഭയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരെ കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവൾ അലക്കാതെ കുളിക്കാതെ നടക്കാനാണോ? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ? അവൾ ദിനം പ്രതി ശുദ്ധീകരണത്തോടെ ദിനം പ്രതി അവളുടെ വസ്ത്രം വെണ്മയുള്ളതാക്കി സൂക്ഷിച്ചു. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. എന്നിട്ട് അവൾക്ക് പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രമുണ്ട്. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. തോഴിമാരെന്നുള്ളത് വേറൊരു വിഷയം. അന്തഃപുരത്തിലെ രാജകുമാരി രാജാവൾ നാമാന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ നമ്മളല്ലോ തീരുമാനിക്കുന്നത്. അത് പിന്നെയാണ് ദൈവത്തിന്റെ വിശുദ്ധ സഭ ഈ നിലയിലേക്ക് വന്നാൽ നാം ഈ പറയുന്ന നിലയിലേക്ക് വന്നാൽ നമ്മുടെ കാര്യം ഗ്യാരണ്ടി, ഒരു വ്യത്യാസമില്ല. ഈ പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം, ചിത്ര തൈലുള്ള പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം വേണമോ വേണ്ടയോ? ആ വസ്ത്രമൊന്നുമില്ലാതെ വന്നിട്ട് നാം നമുക്ക് പറയാൻ പറ്റും. ഈ പ്രസംഗമൊക്കെ ഞാൻ പ്രസംഗിച്ചു. ഈ പറയപ്പെട്ട പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തൈലുള്ള വസ്ത്രം എനിക്കില്ലെങ്കിൽ പോയില്ല. അത് പ്രസംഗിച്ച ഉപദേശിയ, അത് പ്രസംഗിച്ചത് ഈ ഉപദേശി തന്നെയാ. പക്ഷെ ഈ ഉപദേശി അതിനുവേണ്ടി ഉത്സാഹിച്ചില്ലെങ്കിലും എന്താ ഭയങ്കര മൗന സൗകര്യങ്ങളെ ഹരിദാസൊക്കെ പറഞ്ഞു. ആകെ ഇത്രേ പറഞ്ഞുള്ളൂ. അവൾക്ക് പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തൈലുള്ള വസ്ത്രം വേണമെന്ന്. അത് എവിടെ കിട്ടും? അത് വാങ്ങാൻ ശീമാറ്റി കിട്ടുമോ? കല്യാൺ സിൽസില, ഇമ്മാനുവൽ സിൽസില. ദൈവത്തിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കുക എന്നാണ്. ചുമ്മാ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൈകൊട്ടി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇതൊന്നുമല്ല ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. ഗംഭീരമാണ്, ഗംഭീരം. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്ക് പോലും വെളിപ്പെടുന്നില്ല. അവർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് കരുതി വെളിപ്പെടുവോ? നാമോ ഒബാമയുടെ മുമ്പിൽ ലോകപ്രകാരം, ലോകപ്രകാരമായിട്ടോ പറഞ്ഞത്, അല്ലാത്ത പ്രകാരം വേറെ ഉണ്ട്. ലോകപ്രകാരം നമുക്ക് അതിലൊരു രോമത്തിന്റെ വിലയുണ്ടോ നമുക്ക്. പക്ഷെ ഈ സ്വർഗീയ രഹസ്യങ്ങളും മർമ്മങ്ങളും ഒബാമയ്ക്കാണോ വെളിപ്പെട്ടത്? നമുക്കല്ലേ കിട്ടിയത്? നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാന്ന് വായിച്ചത് തെറ്റുണ്ടോ? ഉണ്ടോ? നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അതിയോഗ്യമുണ്ടോ? എന്താ തെരഞ്ഞെടുപ്പ്? ഈ പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തൈലുള്ള വസ്ത്രം ധരിച്ച്
മണവാളനോടുകൂടെ നാം സിംഹാസനത്തിൽ ഇരിക്കേണ്ടവരാണ്. യുഗകാലം അവനോടുകൂടെ ഇരിക്കേണ്ടവരാണ്. ഈ പൊൻ കസവ് കൊണ്ടുള്ള ചിത്രത്തിലുള്ള വസ്ത്രം കർത്താവിന്റെ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനമാകുന്ന നൂലിഴ കൊണ്ട് ഊടും പാവും തുന്നിയാണ് ഈ വസ്ത്രം ധരിപ്പിക്കുന്നത്. അപ്പൊ വചനം പ്രസംഗിക്കണോ വേണ്ടയോ? ചൂടല്ലേ? അവസാനിച്ചാലോ? പൊൻകസവ് കൊണ്ടുള്ള ചിത്രത്തൈലുള്ള വസ്ത്രം വേണം, നിർബന്ധം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പാസ് മാർക്കിൽ 210 അവിടെ വരാം. അഡ്മിഷൻ കിട്ടില്ലെന്ന് മാത്രം. 210 നരകത്തിൽ പോകുന്നു ആരും പേടിക്കണ്ട. ജസ്റ്റ് പാസ് മാർക്കിൽ പുതിയ ഭൂമി വരെ വരാം. ഒരുപക്ഷെ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടുണ്ടായില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നെ വല്ലാതെ നോക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ കാണുന്ന ഭൂമിയും ഈ ആകാശവും മാറിപ്പോകും. അതിലേക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെട്ടു വരും. ആ പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ താഴേക്ക് ഇറങ്ങി വരും. ആ പുതിയ യെരൂശലേമിൽ അവന്റെ സിംഹാസനം ഇരിക്കും. അതിൽ യോഗ്യന്മാർ മാത്രം കടന്നു വരും. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞൊന്നും കാര്യമായി. രക്ഷിക്കപ്പെട്ട് നമുക്ക് തന്നിഷ്ടപ്രകാരം ഇങ്ങനെ ഊടാടി നടന്നിട്ട് കൊള്ളാമല്ലോ പുതിയ യെരൂശലേം, അവിടെയൊന്നും ഒരു വക്കാലത്തും നടക്കില്ല. ഒരു എന്തായാലും പറയാ, ഒരു ശിപാർശ, അതിനെന്താ പറയുന്ന റെക്കമെൻഡ് അല്ലെ, ഒരു റെക്കമെൻഡേഷനും അവിടെ നടക്കത്തില്ല കേട്ടോ. അവിടെ ഒരു റെക്കമെൻഡേഷനും നടക്കത്തില്ല. ആയുസ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളൂ. ഈ ആയുസ് ഈ കിട്ടിയ സമയത്ത് മറ്റ് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടിച്ചേൽപ്പിക്കല്ല, എന്റെ കയ്യിൽ തോക്കൊന്നുമില്ല. ഞാൻ ശാന്തമായി പറയുന്നു, മറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരു വാക്ക ഉപയോഗിക്കുന്നത്, അത് എന്തെല്ലാമാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മുടെ ഈ മറ്റ് കാര്യങ്ങൾ, ആ മറ്റ് കാര്യങ്ങളിലാണോ രസിക്കുന്നത്, അതെയോ പ്രിയനിലാണോ വചനത്തിലാണോ നാം രസിക്കുന്നത്? നാം ശോധന ചെയ്യുക. നമ്മൾ അല്പം മുമ്പ് റോമാലേഖനത്തിൽ വായിച്ചു, നാം മക്കളെങ്കിൽ അതൊക്കെ സത്യം തന്നെ. അപ്പൊ അങ്ങനെ വായിക്കുമ്പോ തന്നെ ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ കഴിയില്ല. അടുത്ത വാക്യം കൂടെ വായിച്ചാലേ അത് സ്ഥാപിക്കാൻ കഴിയും. അപ്പൊ ഗലാത്യ ലേഖനം 4:1 വായിക്കേണ്ടി വരും. ഗലേഷ്യൻസ് 4:1 മക്കളെങ്കിൽ അവകാശികൾ. ഗലാത്യ ലേഖനം 4:1 അവകാശം സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പോയില്ലേ മക്കളാ? അതൊക്കെ സത്യം. മക്കളാണ്. ഒരു ശിശുവിനെ കാണാനില്ല. ഈ ശിശു ഒന്നുമില്ല. ഒരു 5-6 മാസം 1 വർഷമൊക്കെ ആയ ശിശു ഒന്നും ഇവിടെ ഇല്ല. ചിലർക്കൊക്കെ ശിശുവാണ്. ഉണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് ശിശുവാ. ആ പ്രിയ സഹോദരിക്കും ആ പ്രിയ അങ്കിളിനും ആ പ്രിയ സഹോദരനും അവർക്കുണ്ടായ കുഞ്ഞ്, അവരുടെ കുടുംബത്തിൽ ജനിച്ച, അവരാൽ ജനിച്ച അവരുടെ സ്വന്തം കുഞ്ഞ്, അവരുടെ രക്തത്തിന്റെ മറുപടിയാ. സത്യം, അവരുടെ എല്ലാത്തിനും അവകാശിയാ. പക്ഷെ ഈ പരുവത്തിൽ അവരുടെ കാർ ഓടിക്കുന്നത് തക്കോൽ കൊടുത്ത ഓടിക്കൂ. സ്വർഗീയമായ സകലത്തിന്റെയും അവകാശിയെന്നാ. പക്ഷെ ഇപ്പൊ പരുവ ഇതാ. വല്ലതും നടക്കുവോ? അവ വളരണോ വേണ്ടി? അല്ല, അത് ജനിച്ചിട്ട് വേണ്ടേ വളരാൻ? എനിക്കകത്ത കൊച്ചിനെ കുളിപ്പിക്കാൻ പറ്റുമോ? അതൊരു വിഷയമാണ്. ഇത് ഞാൻ ബോധപൂർവം പറഞ്ഞൊരു വാക്കാം. ബോധപൂർവം, നല്ല മനഃപൂർവമായി, നല്ല ബോധത്തോടെ പറഞ്ഞൊരു വാക്കാ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞത്. ഇത് മോഡേൺ പെന്തിക്കോസിന്റെ ഹിസ്റ്ററിയാ പറഞ്ഞത്. ജനനം നടക്കുന്നില്ല. ആളുകൾ അവിടെ 5000, ഭൂമിയിലെ ഏറ്റവും വലിയ പെന്തിക്കോസ് ഞങ്ങളുടെയാ. മലയാളി പെന്തിക്കോസ്, തമിഴ് പെന്തിക്കോസ്, തെലുങ്ക് പെന്തിക്കോസ്, അതൊക്കെ ശരിയാ. ബ്രദറെ, വീണ്ടും ജനിച്ചോ? ഞങ്ങളിപ്പോ ഒത്തിരി കാലമായിട്ട് കൂടി ചേർന്ന് പാടുന്നുണ്ട്, അതൊക്കെ ശരിയാ. ബ്രദറെ, വീണ്ടും ജനിച്ചോ? അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ പാസ്റ്റർ? അത് ഒത്തിരി കാലമായിട്ട് പാടുന്നില്ല, അപ്പൊ ആ കൂടെ എല്ലാം ലയിച്ചില്ലേ? ഒത്തിരി പാടാ ലയിക്കാൻ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡവും തമ്മിൽ കൂടുവോ? ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡവും ആത്മാവിൽ നിന്ന് ജനിച്ചത് നാം മക്കളെങ്കിൽ അവകാശി എന്ന് വായിച്ചു. ശിശുവായിരിക്കുന്നിടത്തോളം ഒരു പ്രയോജനം എന്ന് വായിച്ചു. അപ്പൊ അത് രണ്ടും വായിക്കുമ്പോഴും എന്റെ ഉള്ളിലുണ്ട്, ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് അറിയണ്ടേ? ഇന്നലെ ഒരു സൂചന സൂചിപ്പിച്ചു, നാം ദൈവ കുടുംബത്തിൽ ജനിക്കണം. ഞാനിപ്പോ നിങ്ങളുടെ അനുമതിയോടെ 2 സഹോദരിമാർ, ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നാളെ സ്നാനപ്പെടാൻ, നാളെ ഇന്നോ അടുത്ത ഞായറാഴ്ച സ്നാനപ്പെടാനുള്ള ഈ കുഞ്ഞുങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിരോധിക്കുമോ? അല്ല, വിരോധം ഉണ്ടാവുമോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാ സ്നാനപ്പെടുന്നത്? നാണമാ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല.
പരസ്യമായി നിങ്ങൾ സാക്ഷ്യം പറഞ്ഞവർ അതാണൊന്നുമില്ല. ഞാനൊരു സാധു മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ സ്നാനപ്പെടുന്നത്? നിങ്ങൾ ഈ കാലഘട്ടത്തിലെ മോഡേൺ പെന്തിക്കോസിന്റെ ഭാഗമാകാനാണോ നിങ്ങൾക്ക് പ്ലാൻ? ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് റോമാലേഖനത്തിന്റെ ക്ലാസ് ഒന്നും എടുത്തു തരുന്നത്, ജസ്റ്റ് ഒരു സിംഗിൾ ലൈനാണ് എനിക്ക് വേണ്ടത്. ഒരു ലൈൻ. എന്റെ മാതൃ ചർച്ചിലെ ഹിസ്റ്ററിയാണ്. അനേക കുഞ്ഞുങ്ങൾ വീണ്ടും ജനിക്കാതെ സ്നാനപ്പെടുന്നു. കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് വചനത്തിലും ആത്മാവിലും ദൈവിക കൂട്ടായ്മയിലൊന്നും രസമില്ല. 24 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ ചോട്ടിലാണ്. 24 hours ചാറ്റിങ്ങും ചീറ്റിങ്ങും പരിപാടിയായിട്ട് അവരെല്ലാം അവരുടെ ലൈൻ വേറെയാവും. കാരണം വാസ്തവമായി സംഭവിക്കേണ്ട ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഈ ആൾക്കൂട്ടങ്ങൾ അവിടെ 10,000 ഇവിടെ 40,000 എന്നൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന എല്ലാം വിശ്വാസികളാണ്, എല്ലാം ശിഷ്യന്മാരാണെന്നൊക്കെയാണ്. അങ്ങനെയല്ല സഹോദരങ്ങൾ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഒരു കാര്യം പറയാൻ നമുക്ക് വേഗത്തിൽ. അതിന് മുമ്പ് ഇതൊന്ന് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. ജോൺ chapter 2 verse 22-23. ആ പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫാണ്. ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലതവണ നാമത്തിൽ ഏറ്റവും എല്ലാവരെയും അറിയിക്കൊണ്ട് തന്നെത്താൻ അവരുടെ പക്ഷെ വിശ്വസിച്ചേൽപ്പിച്ചില്ല. യേശുവിനെ എല്ലാവരും വിശ്വസിച്ചു പ്രിയരെ. പക്ഷെ യേശു എല്ലാവരും എന്ത് ചെയ്തില്ല? വിശ്വാസികൾ ഇന്ന് അനേക ആയിരങ്ങളുണ്ട്. പക്ഷെ യേശു തിരിച്ചെന്ത് ചെയ്തില്ല? വിശ്വാസികളെ എല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം കൊണ്ടുപോകേണ്ട ഒരാളുണ്ട്. ഈ യാക്കോബിനോട് ചോദിച്ച പുള്ളിയുടെ പേര് പറയും. യാക്കോബിന്റെ ലേഖനത്തിൽ ആ പുള്ളിയുടെ പേര് എഴുതിയിട്ടുണ്ട്. 2:19 വായിച്ചു നോക്കി. യാക്കോബ് 2:19. ജെയിംസ് 2:19. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിശാചുകൾക്ക് വിശ്വാസം എന്തുണ്ട്? വേറെയുണ്ട്. അപ്പൊ ആദ്യം കൊണ്ടുപോകേണ്ട ആരെയാ? വിശ്വസിച്ചതുകൊണ്ട് കാര്യമായില്ല സഹോദരങ്ങളെ. അത് ബൈബിളിന്റെ തിയറി, നാം ഇതിന്റെ ആശയം, ഉപദേശം പഠിക്കണം. വിശ്വാസം എന്നത് നാം ദൈവത്തോട് അടുക്കാനുള്ള മാധ്യമം. ഭാവികളായി ജീവിച്ച നാം വിശ്വാസം, ആരെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നു, വചനം നമ്മോട് പറയുന്നു, അപ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം പതിയെ അങ്കുരിക്കുന്നു. അങ്ങനെ വിശ്വാസം അങ്കുരിക്കുമ്പോൾ നമ്മൾ ഈ പടിക്കെട്ട് വരെ വരുന്നു. നമ്മ ഇവിടെ വരെ അടുപ്പിച്ചത് ഏതാ? വിശ്വാസം. എന്നാൽ അടുത്ത പടി ചില കാര്യങ്ങൾ നടക്കണം. ആ വിശ്വാസം കൊണ്ട് ആ പഠിക്കാൻ നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഈ പറയുന്ന വിശ്വാസം മഹാത്മാഗാന്ധിക്കുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ യേശു ക്രിസ്തു ലോക രക്ഷകൻ എന്ന് ആണയിട്ട് പറയും. പക്ഷെ മഹാത്മാഗാന്ധി അങ്ങനെ ഈ യേശുവിനെ ഇതേ നിലയിൽ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ടോ? അതില്ല. ആ അദ്ദേഹത്തിന്റെ വിശ്വാസമുണ്ട്. യേശു ക്രിസ്തു ഇതാണ്, ഈ ബൈബിളിൽ നിന്നാണ് ഈ അഹിംസയൊക്കെ യേശു ക്രിസ്തു മഹാത്മാഗാന്ധി പഠിച്ചത്. അപ്പൊ ജസ്റ്റ് വിശ്വാസം എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഓടി നടക്കുക, സംഭവിക്കേണ്ട കാര്യം നടന്നില്ല. യോഹന്നാൻ 3:3 വായിച്ചാണ്. ജോൺ 3:3. ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പറയുകയാണ്. അല്പം സമയം കുറവാണെങ്കിലും വേഗം പറയാം. പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. അങ്ങനെ പുതുതായി ജനിക്കാതെ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. വിശ്വാസത്തിൽ നാം അടുത്തു വന്നു, റൈറ്റ്, അത് കറക്റ്റാ. പക്ഷെ അടുത്ത് നടക്കേണ്ട കാര്യങ്ങൾ അത് എങ്ങനെ നടക്കും എന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. 5-ാം വാക്യം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിർബന്ധമായിട്ട് ഈ വാക്യങ്ങൾ കുറിക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയ ജോൺ 3:3 മുതൽ പറയുന്ന എല്ലാ വാക്യങ്ങളും ഒരു വാക്യം പോലും നിങ്ങൾ വിട്ടുകളയരുത് പ്ലീസ്. വെള്ളത്താലും വീണ്ടും ജനിക്കണം. സൗരങ്ങളെ, വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുമ്പോൾ, വെള്ളം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെള്ളം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മീൻ ചെയ്യുന്ന സൗകര്യം? ലാസ്റ്റ് വൺ, ബ്ലാക്ക് സ്കേർട്ട്. വെള്ളത്താൽ എന്നുള്ളത് കൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? യേശു പറഞ്ഞതാണ് നിക്കോദീമോസിനോട്,
പ്രിയ ബ്രദർ നിക്കോദീമോസ്, താങ്കൾ പ്രമാണിയാണെങ്കിലും ആരാണെങ്കിലും കൊള്ളാം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇതാകുന്നു വഴി, ഈ ഒറ്റ വഴി. ഇതല്ലാതെ വേറെ വഴിയില്ല, കുറുക്ക് വഴിയില്ല. നിന്റെ യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ യെരുശലേം ദേവാലയത്തിൽ വെച്ചോ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണോ, പുതുതായി ജനിക്കണം. ജനിക്കേണ്ട പാത വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. എനിബഡി? വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താൽ. ആത്മാവിനാൽ എന്നവിടെ പറയുന്നത് പരിശുദ്ധ ആത്മാവിനാൽ. വെള്ളത്താലും ആത്മാവിനാലും നിർബന്ധമായും ജനിക്കണം. അതിന് യാക്കോബ് 1:18 വായിച്ചാണ്. യാക്കോബ് 1:18, ജെയിംസ് 1:18. യാക്കോബ് 1:18. നാം അവന്റെ സൃഷ്ടികളിൽ ഒരു വിധത്തിലുള്ള ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്താലാണ് നമ്മെ ജനിപ്പിക്കുന്നത്. വീണ്ടും ജനനത്തിന്റെ മാധ്യമം ദൈവത്തിന്റെ വചനം. ഈ വചനം വെള്ളത്തെ, ദൈവത്തിന്റെ വചനത്തെ വെള്ളത്തോട് ഉപമിക്കുന്നുണ്ട് പല സ്ഥലത്തും. വെള്ളത്താൽ എന്ന് പറയുമ്പോൾ വചനത്താൽ, ആ വചനത്താൽ ജനിക്കുന്നത് അടുത്തത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് യാക്കോബിൽ വായിച്ചത്. ഈ വചനത്താലാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. അത് ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പറയുന്ന ഗൗരവമായ വാക്യം 1 Peter 1:23. 1 പത്രോസ് 1:23. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോ നമ്മെ വീണ്ടും ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം ദൈവത്തിന്റെ വചനം. അത് ഇവിടെ വായിക്കുന്നത് കെടുന്ന വിത്തല്ല, കെടാത്ത വിത്ത്, നശിച്ചു പോകുന്ന ബീജമല്ല, നശിക്കാത്ത ബീജം എന്ന് പറഞ്ഞാൽ ഈ വചനമാകുന്ന സീഡിനാലാണ് നാം വീണ്ടും ജനിക്കേണ്ടത്. അങ്ങനെ ഇത് ജനിക്കുന്നില്ല സഹോദരൻ. ആ നിലയിൽ ഇന്ന് വീണ്ടും ജനനം നടക്കുന്നില്ല. ആളുകൾ കൺവെൻഷന്റെ പുറകിൽ നിന്ന് ജസ്റ്റ് ഇമോഷണലി പ്രസംഗിക്കുന്നു, അവരുടെ ഇമോഷണലി വന്ന് തട്ടുന്നു, അവർ ഇമോഷണലി കൈവെക്കുന്നു. വീണ്ടും ജനനങ്ങൾ നടക്കുന്നില്ല. വീണ്ടും ജനനം നടന്നെങ്കിൽ മാത്രമേ അകത്ത് ബോധ്യങ്ങൾ വരത്തുള്ളൂ. വീണ്ടും ജനനം നടക്കുമ്പോഴേ നമ്മുടെ അകത്ത് യഥാർത്ഥ ക്രിസ്തീയ പ്രത്യാശ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മയക്കോ ഉറക്കോ ഒക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഭീതി വരും. ആ ഭീതിയൊക്കെ വരുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടക്കുന്നില്ല. ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ അകത്ത് വരണം. വിത്തിരിക്കുന്നത് എവിടെയാ? ഒരു വാക്യോട് അതിനു വേണ്ടി വായിക്കാം. ലൂക്കോസ് 8:11 എഴുതുന്നവർക്ക് വേണ്ടി. ലൂക്കോസ് 8:11, ലൂക്ക് 8:11. വിത്തിനെ അവിടെ ഊമിച്ചിരിക്കുന്നത് വായിച്ചാലേ. ലൂക്കോസ് 8:11. ലൂക്കോസ് 8:11. അവൻ നെയ്യുന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അത് ഏത് വാക്യ സോറി? പല വാക്യങ്ങൾ വായിച്ചു. ലൂക്ക് 8:11. വിത്ത് ദൈവത്തിന്റെ, ആ വിത്ത് മഹാരാജാവിന്റെ വിത്ത്, ആ റോയൽ സീഡ് ഇതിനകത്ത് വരണം. മറിയയിൽ എങ്ങനെ വിത്ത് വന്നോ അവൾ ചോദിച്ചത് എങ്ങനെ നടക്കും? അപ്പൊ എന്താ ഗബ്രിയേൽ മറുപടി പറഞ്ഞത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിൽ നിന്റെ ഉള്ളിൽ ആ വിത്ത് വരും. വചനമാകുന്ന വിത്ത് നിന്റെ ഉള്ളിൽ വരും. ആ വചനം ആരാ? ആ വചനം തന്നെയാണ് യോഹന്നാന്റെ ഭാഷയിൽ ദൈവം. ആ വിത്താണ് ദൈവം. ആ വചനമാകുന്ന വിത്ത് ഇതിനകത്ത് വരണം. അത് വരാത്തിടത്തോളം കാലം യഥാർത്ഥ വീണ്ടും ജനനം നടക്കുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്നത് അറിയണം. അറിയാൻ ആഗ്രഹമുള്ളവർ കേട്ടോ, അറിയിക്കുകയാണ്. വിത്ത് സ്വർഗത്തിലിരിക്കുന്നു, ഒരു ഉപദേശിയുടെ കയ്യിലുമില്ല. ഞങ്ങളുടെ ആരുടെ കയ്യിൽ വിത്തില്ല. വിത്തിരിക്കുന്നത് സ്വർഗത്തിലാണ്. അത് രാജാവിന്റെ വിത്താണ്. ആ വിത്ത് ഇതിനകത്ത് വരണം. പക്ഷേ
ഒരു വലിയ ഹിൻഡ്രൻസ്, ഒരു വലിയ തടസ്സം എന്ന് പറയുന്നത് മത്തായി 13:22 വായിച്ചേ. മാത്യു 13:22. അതിന്റെ മുകളിൽ 18 മുതലുള്ള കാര്യം നമുക്കറിയാം. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ, ചിലത് പാറപ്പുറത്ത്, ചിലത് നല്ല നിലത്ത് വീണു. ഇതാണ് സംഭവം. എന്നിട്ട് അതിന്റെ 22 വാക്യം വായിച്ചാൽ കേട്ടോ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനമാകുന്ന വിത്തിനെ ഞെരുക്കിയിട്ടത് നിഷ്ഫലമായി തീരുന്നു. നിഷ്ഫലം. ആ വിതയ്ക്കപ്പെട്ട വിത്ത് അബോർട്ട് ചെയ്തു പോകുന്നു. ആ സീഡ് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ പ്രയോജനമുണ്ടോ? വീണ്ടും ജനനം നടക്കുന്നുണ്ടോ? അപ്പൊ ഈ മുള്ളിനിടയിൽ കൊണ്ടുപോയി കുറെ വചനം അവിടെ ഇട്ടു, കുറെ വചനം ഇവിടെ ഇട്ടു. അവിടെ വായിക്കുന്നത് ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇല്ല ആ മനുഷ്യനോട്, സഹോദര നീ എന്തിനേയും മുള്ളിനിടയിൽ കൊണ്ടുപോയിട്ടേന്ന്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ വിതയ്ക്കാൻ പോകുമ്പോൾ മുള്ളിനിടയിലും പാറപ്പുറത്തൊക്കെയാണോ വിതയ്ക്കുന്നത്? നമ്മുടെ പിതാക്കന്മാരൊക്കെ അവര് കേരള കാർഷിക സർവകലാശാലയിൽ PhD കൊടുത്തവരല്ല. അവര് വിതയ്ക്കാൻ പോകുമ്പോൾ അതിന് ചില കാര്യപരിപാടികൾ ചെയ്യും. അതെല്ലാം ചെയ്തിട്ട് വിത നടത്താറുള്ളൂ. അപ്പൊ ഈ മുള്ളിനിടയിൽ കൊണ്ടുപോയി വിതച്ചിട്ട് നാളെ വരും, മറ്റന്നാള് വരും, കൊയ്യും ഞങ്ങൾ വിതച്ചതാണല്ലോ, കൊയ്യോ നന്നായിട്ട് കൊയ്യും. യെരമ്യാവ് 4:3 വായിക്കും. ജെറമയാ 4:3. യെരമ്യാവ് 4:3 അണ്ടർലൈൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. യെരമ്യാവ് 4:3. യഹൂദ പുരുഷന്മാരോടും യെരൂശലേമിനോടും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം മുഴുവൻ തരിശു നിലം ഒഴുകുവീൻ. മുള്ളിനിടയിൽ കൊണ്ടുപോയി വിതയ്ക്കുകയാണോ വേണ്ടത്? പിന്നെ എന്ത് ചെയ്യണം? തരിശു നിലം ഉഴുതു മറിക്കണം. അങ്ങനെ തരിശു നിലം ഉഴുതു മറിച്ചിട്ടേ വിത നടക്കത്തുള്ളൂ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പോലും ഈ നാട്ടിൽ വിതയ്ക്കാൻ പോയാൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതിന് നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷ നിലമൊരുക്കണം. നിലമൊരുക്കിയിട്ടല്ലേ വിതയ്ക്കേണ്ടത്. ചുമ്മാ കൊണ്ടുപോയി വിതച്ചിട്ട് പോയാൽ റിസൾട്ട് ഉണ്ടാകുമോ? ഒരു നല്ല വിതക്കാരൻ റിസൾട്ടിന് വേണ്ടിയല്ലേ വിതയ്ക്കുന്നത്, അതെയോ പെർഫോമൻസിന് വേണ്ടിയാണോ? എന്റെ വിത കണ്ടോ, ഇങ്ങനെ കൊണ്ടയിൽ കുറെ വിത്തുമായിട്ട് ഇങ്ങനെ വിതച്ച് കാണിക്കണോ എല്ലാവരെയും? ഇല്ല, അയാൾ പെർഫോം ചെയ്യാനല്ല ചെയ്യുന്നത്. പക്ഷെ ഇന്ന് പെർഫോമൻസ് അല്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കണ്ടോ എങ്ങനെയുണ്ട്? ഇത് പെർഫോം ചെയ്യേണ്ട വഴിയല്ല, പെർഫോം ചെയ്യേണ്ട മേഖലയല്ല ഇത്. ഇത് ഉഴുതു മറിക്കണം. ഉഴുതു മറിക്കണമെങ്കിൽ എന്ത് വേണം? ആ സാധനം ഇല്ല. ബൈബിൾ കോളേജിൽ നിന്നെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കുറെ വിത്തുമായിട്ട്. സൂത്രം തോളയിലില്ല, എന്ത് കലപ്പയില്ല. ആ കലപ്പയുമായി വന്ന് ഉഴുതു മറിക്കണം. ഈ തരിശു നിലം വായിച്ചത് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഒഴുകുവീൻ. ആ തരിശു നിലം എന്തിനെ കാണിക്കുന്നു? സകല മനുഷ്യരുടെ ഹൃദയത്തെയും കാണിക്കുന്നു. ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും, രക്ഷിക്കപ്പെടാത്ത എല്ലാവരുടെയും ഹൃദയത്തെയാണ് ആ തരിശു നിലം കാണിക്കുന്നത്. ആ തരിശു നിലത്തിന് ഇനി ഒരു ഉടമസ്ഥനുണ്ട്. ഒഴുകാനൊക്കെ നിങ്ങൾ പറഞ്ഞു, ഫ്ലോയിങ് ഒക്കെ റെഡിയാ, പക്ഷെ അതിനൊരു ഉടമസ്ഥനുണ്ടാവും. ഉടമസ്ഥനോട് ചോദിക്കട്ടെ, ആ ഉടമസ്ഥൻ അറിയേണ്ടേ ആരാന്ന്? യോഹന്നാൻ 5:19 വായിക്കുക. ഉടമസ്ഥൻ ആരാന്ന് അറിയണമെങ്കിൽ 1 John 5:19. യോഹന്നാൻ 1:5-19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ, മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ ഈ തരിശ് ആരുടെ കയ്യിലപ്പോ? ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് കലപ്പയായിട്ട് ഉഴുകാൻ ചെന്നാ ഉഴുതിട്ട് കുറെ വിതച്ചിട്ട് പൊക്കോ ബ്രദർ എന്ന് പറയോ? പിന്നെ എന്ത് ചെയ്യും? അവൻ റെസിസ്റ്റ് ചെയ്യും, അവൻ എതിർക്കും, അവൻ എപ്പോഴും എതിർത്ത് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണം? മാത്യു 12:29, മത്തായി 12:29. തരിശു ഭൂമിയുടെ ഉടമയായ ബലവാനായ ദുഷ്ടനായ സാത്താനെ വെടിച്ചു കെട്ടിയിട്ടല്ലാതെ ആ തരിശു നിലം മുഴുകുവാൻ കഴിയത്തില്ല. പിടിച്ചു കെട്ടണമെങ്കിൽ എന്ത് വേണം? ചാപ്പാടടിക്കണം, ആത്മീക ബലം വേണം.
അഭിഷേകത്തിന്റെ തിളപ്പ് വേണം. അന്യഭാഷ പറയുന്ന അഭിഷേകമല്ല. ആ അഭിഷേകം കൊണ്ട് ഒരു പ്രയോജനമില്ല. സഹോദരങ്ങളെ, ഈ അന്യഭാഷ പറയുക എന്ന് പറയുമ്പോൾ ആത്മസ്നാനത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം തന്നെയാണ് അന്യഭാഷ. ഇവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഉള്ള ഒരു ചെറിയ റെഡ്, ഇത് ഇൻഡിക്കേറ്റർ, ആ റെഡ് അത് തെളിയും. ആ എന്തായാലും പറയുന്ന ബൾബ്, അതെ, ആ ബൾബ് തെളിയും. അത് ഫാൻ കറങ്ങുവോ ട്യൂബ് തെളിയോ ഒന്നും ചെയ്യാൻ കഴിയുന്ന അത്രയും കറണ്ട് ഇല്ലെങ്കിൽ പോലും അത് തെളിയും. കറണ്ട് ഇതിൽ പോകുന്നുണ്ട്, പ്രയോജനമില്ല. മോട്ടർ എടുക്കുവോ വോൾട്ടേജ് ഇല്ലെങ്കിൽ? അപ്പൊ നാം ആത്മസ്നാനം പ്രാപിച്ചു, അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ആത്മസ്നാനത്തിലേക്ക് കടന്നെന്ന് മാത്രം അർത്ഥമാക്കുക. പിന്നീട് നിറവിൽ നിന്ന് നിറവിലേക്ക്, അഭിഷേകത്തിന്റെ തികവിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ്, അതാണ് മുപ്പന്മാരുടെ അഭിഷേകം. ആ അഭിഷേകം അങ്ങ് പ്രാപിച്ചു കഴിയുമ്പോഴാണ് പീലാത്തോസിന്റെ, ഹന്നാസിന്റെ, കയ്യഫാവിന്റെ ഒക്കെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾ ക്രൂശിച്ചു വന്ന ഈ യേശു എന്ന് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രാപിക്കണമെങ്കിൽ വേറെ കലാപരിപാടിയൊക്കെ വിടണം. പൗലോസ് പറഞ്ഞ എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. വേറെ പരിപാടി അനുഭവിക്കാൻ പോയാൽ ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. ഉത്തരത്തിലിരിക്കുന്നത്, കക്ഷത്തിലിരിക്കുന്നതും ഉത്തരത്തിലിരിക്കുന്നതും രണ്ടും നടക്കത്തില്ല. ഒരേ സമയം ഒരു കാര്യം, രണ്ട് വഞ്ചി അപകടം, രണ്ട് വള്ളത്തിൽ അപകടം, അപകടം. അപ്പോൾ പറഞ്ഞു വന്നത് ബലവാനെ പിടിച്ചു കെട്ടണം. പിടിച്ചു കെട്ടിയിട്ട് കലപ്പയുമായി ചെന്ന് ഉഴുതുമറിക്കണം. ഏതാണ് ആ കലപ്പ? സുവിശേഷം എന്ന കലപ്പയുമായി കടന്നു ചെന്ന് ഉഴുതുമറിക്കണം. അല്ലാതെ മുള്ളിനിടയിൽ കൊണ്ടുപോയി നാം വിതച്ചിട്ട് പോലും അല്ല ചെയ്യേണ്ടത്. ലോക ചിന്തയാലും ഇപ്പോ സംഭവിക്കുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾക്കെല്ലാം 100 ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. അതെല്ലാം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്രോഗ്രാം. ദൈവത്തിന്റെ പ്രോഗ്രാം, ദൈവം കാൽവരി ക്രൂശിൽ ഒരു പ്രോഗ്രാം ആരംഭിച്ചു. മാളിക മുറിയിൽ അത് അനൗൺസ് ചെയ്തു. എന്റെ കുടുംബത്തിലേക്ക് മെമ്പേഴ്സിനെ എടുക്കുന്നു. ദൈവ കുടുംബത്തിലേക്ക് മെമ്പേഴ്സിനെ എടുക്കുന്നു. ആദ്യജാതൻ യേശു ക്രിസ്തു. പിന്നീട് നിങ്ങൾക്ക് കടന്നു വരാം. ആ കുടുംബത്തിൽ അംഗമാകണമോ, ദൈവ കുടുംബത്തിൽ ജനിക്കണമോ, ആ പിതാവിന്റെ മക്കൾ എന്ന് വിളിപ്പേര് വേണമോ, ഇപ്പൊ പറഞ്ഞു വരുന്ന റൂട്ട് ഇതല്ലാതെ വേറെ റൂട്ടില്ല. ഈ റൂട്ടിലൂടെ വീണ്ടും ജനിക്കണം. ഈ വചനമാകുന്ന വിത്തകത്ത് വരണം. അപ്പോൾ സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കാലങ്ങളായി റിസൾട്ട് ഇല്ലാതെ ഫലം പുറപ്പെടുവിക്കാതെ തറഞ്ഞു കിടക്കുന്ന തരിശു ഭൂമിയിൽ അത് കുത്തണം. എന്നിട്ട് അതങ്ങ് കുത്തുമ്പോ ആ മണ്ണങ്ങ് പൊട്ടുമ്പോ വേദനിക്കില്ലേ? എന്നാ കുഴികണ്ടല്ലേ കലപ്പ ജനങ്ങൾ കുത്തുകയല്ലേ അതിന്റെ തുമ്പ്. തുമ്പിന് എന്തൊരു പേര് പറയല്ലോ? ആ റൈറ്റ്. ആ കൊഴി ചെന്നങ്ങ് കുത്തും. എന്നിട്ട് എങ്ങനെ അങ്ങ് പോകും. ഉഴുതുമറിക്കപ്പെടുകയാണ്, ഉഴുതുമറിക്കപ്പെടുകയാണ്. അങ്ങനെ ഉഴുതുമറിക്കപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ആരും വരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിപ്പുറത്തിന്റെ കൂടെ നിന്ന് പറഞ്ഞതാ, നാം പ്രസന്റ് ചെയ്യുന്നത് പ്രശ്നപരിഹാരിയായ ക്രിസ്തുവിനെയാണ്, പാപപരിഹാരിയായ ക്രിസ്തുവിനെയല്ല. ദൈവ കുടുംബത്തിൽ ജനിക്കാൻ നാം ആരെയും വെൽക്കം ചെയ്യുന്നില്ല. താൽക്കാലികമായി തലവേദന മാറ്റുന്നു, താൽക്കാലികമായി പല്ലുവേദന മാറ്റുന്നു. പക്ഷെ അവരുടെ നാശം നിത്യനാശമാണ് നാം തിരിച്ചറിയുന്നില്ല. നാം അവരോട് സദ്വർത്തമാനം പറയുന്നില്ല. എന്താ സദ്വർത്തമാനം? സുവിശേഷം. യേശു ക്രിസ്തു നിങ്ങൾക്കായി തകർക്കപ്പെട്ടു. അവൻ നിങ്ങൾക്കായി വഴി തുറന്നു. അവൻ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കിലേക്ക് ഒരു പാത ഓപ്പൺ ചെയ്തു. ആ പാതയിലൂടെ നിങ്ങൾക്ക് ദൈവ കുടുംബത്തിൽ ജനിക്കാം. സ്കോപ്പ് ഉണ്ട്. നീ പാപിയാണെന്നോർത്ത് മാറണ്ട. ഹേ പാപിയെ, അനുദപിക്കൂ, മുട്ടുമടക്കൂ, പാപങ്ങളെ ഏറ്റു പറയൂ. ഇതാ പ്രസംഗിക്കേണ്ടത്. ഇത് പ്രസംഗിക്കുന്നുണ്ടോ? അതതിന്റെ നിലയിൽ പ്രസംഗിക്കണം. ഞാൻ റഫായിട്ട് പറയാണ്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കണം. അത് ശക്തിയോടെ വ്യക്തിയുടെ അകത്തേക്ക് ആ കൊഴു, ആ കലപ്പ വന്ന് ആഞ്ഞു വീഴണം. ഒരു ദയയും അലിവുമില്ലാതെ പിതാവിന്റെ ഇഷ്ടങ്ങൾ, അതാണ് ആ കലപ്പ, ഉഴുതുമറിക്കണം. അങ്ങനെ നിലമൊരുങ്ങി ഉഴുതുമറിച്ചു. ഉഴുതുമറിക്കപ്പെട്ട് ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് സ്വർഗത്തിലെ വിത്ത് പരിശുദ്ധയാത്മാവ് കൊണ്ടുവരും. ഉപദേശിയല്ല കൊണ്ടുവരുന്നത്. ഉപദേശിയുടെ പണി എന്താ? ഉഴുതുമറിക്കുക, കലപ്പയുമായി കടന്നു ചെല്ലുക,
ബലവാനെ പിടിച്ചു കെട്ടുക, ഉഴുതു മറിക്കുക. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ വിത്ത്, രാജകീയ വിത്ത് അകത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ആ വിത്ത് അകത്ത് വീഴണം. വിത്ത് വീഴാതെ ഭൂമിയിൽ ആരെങ്കിലും ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഊഹാഭോഗം പറഞ്ഞാൽ കുഞ്ഞാവോ? പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ പറയുന്ന പർട്ടിക്കുലർ ടൈം 9 months, അത് കഴിയുമ്പോൾ കുഞ്ഞു വരണം. വരുന്നില്ലെങ്കിലോ അതൊരു തോന്നൽ എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയല്ലേ പറയണ്ടേ? ജസ്റ്റ് തോന്നൽ. തോന്നലിൽ അവസാനിക്കും ക്രിസ്തീയ ജീവിതം. എന്നാൽ ഈ വചനപ്രകാരം ഇതേ വഴി ഈ കാലഘട്ടത്തിൽ കലപ്പയുമായി ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേറ്റെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. അനേകം മോഡേൺ സീഡുമായി തോട്ട്സും അതും ഇതും ബുദ്ധിയും അതും ഒക്കെയായിട്ട് നടക്കുന്ന പുള്ളികളെല്ലാം അതൊക്കെ താത്തുവെച്ച് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ഈ കലപ്പയുമായി ഇറങ്ങി വരുമെങ്കിൽ വീണ്ടും കേരളക്കര പഴയ പോലെ ആത്മാവിന്റെ നദി ഈ കട്ടകൾ ഉടച്ചു കഴിയുമ്പോൾ ഒഴുകും. വ്യാജ പ്രവർത്തനങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റുപ്പിഡ് സ്പിരിച്വൽ പ്രോഗ്രാംസ് എല്ലാം അവസാനിക്കും. യഥാർത്ഥ പെന്തിക്കോസ് വെളിപ്പെടും. യഥാർത്ഥ ശിഷ്യന്മാർ രംഗത്ത് വരും. അവർ വിത്ത് സ്വീകരിച്ചവർ ആ വിത്തകത്ത് വീണ് കഴിഞ്ഞാൽ അകത്തൊരു ജനനം നടക്കും. ആ വിത്തിനാൽ ഉണ്ടായതാണ് എഫേഷ്യൻസ് 4:24, എഫേസ്യ ലേഖനം 4:24, കൊലോസ്യൻസ് 3:10, എഫേസ്യ ലേഖനം 4:24, കൊലോസ്യ ലേഖനം 3:10. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി. സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ഈ വിത്തകത്ത് വന്ന് വീഴുമ്പോൾ വീണ്ടും ഒരു ജനനത്തിന്റെ കഥ തുടങ്ങുകയാണ്. ആദാമിൽ ആരംഭിച്ച് അവസാനിച്ച ആദാമിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും കൊടുത്തെങ്കിൽ അവൻ പാപം ചെയ്യുക നിമിത്തം ആ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു. ആ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ട് അവന്റെ തലമുറകൾ കാൽവരി ക്രൂശിൽ യേശു തകർക്കപ്പെടുന്നത് വരെ സ്വരൂപവും സാദൃശ്യവും ഇല്ലാതെ അലഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ബലിമരണം മൂലം തുറക്കപ്പെട്ട ഈ പാതയിലൂടെ നമുക്ക് ദൈവ കുടുംബത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. അന്നു മുതൽ ഈ വിത്തകത്ത് വന്നു. നമ്മിൽ ദൈവിക ഛായ വെളിപ്പെട്ടു. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ഇനി കൊലോസ്യ ലേഖനം 3:10 വേഗം സമയം. നമ്മുടെ ഏകത്തിൽ ഇപ്പോൾ ഒരു പുതിയ മനുഷ്യൻ, ഒരു ഇന്നർ മാൻ, ഒരു ന്യൂ മാൻ വന്നിരിക്കുന്നു. വാസ്തവമായി വീണ്ടും ജനിച്ചവന്റെ ഉള്ളിൽ ആര് വന്നിരിക്കുന്നു? പുതുമനുഷ്യൻ. സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് ഒരു അകത്തെ മനുഷ്യനുണ്ട്. എഫേസ്യ ലേഖനം 3:16, എഫേഷ്യൻസ് 3:17, 16. എന്നാൽ അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എഫേസ്യ ലേഖനം അവൻ തന്നെ മഹത്വത്തിന്റെ ദർശനത്തോടെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടി വരും. നാം ഈ അകത്ത് വിത്ത് വീണ് ഉണ്ടായിരിക്കുന്ന ആ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. അടുത്തത് 4:15, എഫേഷ്യൻസ് 4:15, 4:15. ഈ അകത്ത് വീണിരിക്കുന്ന വിത്തിനാൽ ഉളവായ കുഞ്ഞിന് എവിടം വരെ വളരണം? അപ്പനോടത്തോളം, ക്രിസ്തു എന്ന തലയോളം വളരണം, വളർത്തണം. വളരാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, വളർത്താനും ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ വളരണം. ഈ എഫേസ്യ ലേഖനം 3:19, എഫേഷ്യൻസ് 3:19. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ കാണുന്നു. പിതാവിന്റെ ഇച്ഛ നാം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം, ദൈവത്തിൽ നിറവുണ്ട്, ആ നിറവിനോളം നാം എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അല്പം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ആ ആഗ്രഹങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാമോ? നിങ്ങൾ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യൂ. വീട്ടിൽ പോയി അകത്തെ മനുഷ്യൻ ബലപ്പെടണം, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയണം, തലയോളം. വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം വെച്ച് നോക്കുമ്പോ എത്ര സ്വപ്നങ്ങൾ ഇപ്പൊ പങ്കുവെച്ചു. അപ്പൊ ആ സ്വപ്നമാണോ അതെയോ നാട്ടുകാർ പറയുന്ന സ്വപ്നമാണോ? നാട്ടുകാർ എന്താ പറയുന്നത്?
ബ്രദറെ പണമില്ലെങ്കിൽ പിണമല്ലേ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പണമില്ലെങ്കിൽ പിണം. ചാപ്പാട് അടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ആളുകൾ ചോദിക്കത്തില്ലയോ? അപ്പൊ അതിനെന്ത് മറുപടി കൊടുക്കുന്നു? എന്ത് മറുപടി കൊടുക്കും? ഈ പറയുന്ന ആളുകളുടെ അപ്പനായ സാത്താൻ യേശുവിനോട് ഇത് തന്നെ പറഞ്ഞു. അപ്പൊ യേശു എന്ത് മറുപടി കൊടുത്തു? പ്രിയരെ, എന്നാ പിന്നെ നിങ്ങൾ ആരും അത് പറയാനില്ല, ചാടി അങ്ങ് പറയണം. അത് ഇഷ്ടപ്പെടുന്നില്ലയോ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതാണ് റൂട്ട്, വേറെ റൂട്ടൊന്നുമില്ല. എനിക്ക് വേറെ വഴി അറിയില്ല പറഞ്ഞു തരാൻ. നിങ്ങള് എന്താ കുഴി ചാടിക്കുന്ന പരിപാടി എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇതാണ് മാർഗം, ഇതാണ് മാർഗം, ഇതാണ് മാർഗം. വീണ്ടും ജനനത്തിന്റെ വഴി കുഞ്ഞുങ്ങൾ കേട്ടുകൊള്ളുക. ഭാവിയാണെന്ന് എനിക്ക് ബോധ്യം വരണം. ചോദ്യത്തിന് മറുപടി അതാണോ തരേണ്ടത്? ഐ എം എ സിന്നർ. എന്റെ അമ്മയപ്പന്മാർ ആദാമിന്റെ മക്കളാണ്. അവരിൽ നിന്ന് ഞാൻ ജനിച്ചു. എന്റെ രക്തം ആദാമിന്റെ രക്തം. പാപത്തിൽ ഞാൻ ജനിച്ചു. എന്നിൽ പാപ സ്വഭാവങ്ങളുണ്ട്. ഞാനത് തിരിച്ചറിഞ്ഞു. എന്നിൽ പാപമുണ്ട്. എനിക്ക് ഈ പാപത്തിൽ ജീവിക്കണ്ട. എന്റെ ഈ പഴയ മനുഷ്യനെ എനിക്ക് കുഴിച്ചിടണം. അതാണ് സ്നാനം. എന്നിട്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ ധരിക്കണം. റോമാലേഖനത്തിന്റെ ക്ലാസ് ഒന്നും എടുക്കണ്ട. ഈ മിനിമം അറിവുണ്ടായിരിക്കണം. ഐ എം എ സിന്നർ. ഞാൻ പാപിയാണ്. അത് ഏത് കാലത്തും ബോധ്യം വേണം. ഞാൻ പാപിയായിരുന്നു. യേശു എന്റെ പാപത്തിന് പരിഹാരമായി, യാഗമായി. ഈ കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടുന്നു എന്നുള്ള കാരണത്താലാണ് ഞാൻ ഈ ടോപ്പിക് ഇങ്ങനെ തിരിച്ചത്. ഈ കുഞ്ഞുങ്ങൾ കേൾക്കണം. വീണ്ടും ജനിച്ച വ്യക്തിയാണ് സ്നാനപ്പെടേണ്ടത്. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാകണം. ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഇല്ലാതെ സ്നാനപ്പെടാൻ പാടില്ല. അകത്തൊരു കുഞ്ഞ് ജനിക്കണം, വിത്ത് വരണം. ആ ബോധ്യം, ഞാൻ പാപിയായിരുന്നു, യേശു എനിക്ക് വേണ്ടി ക്ഷീണമായി. അത് വായി കൊണ്ട് ഹൃദയപൂർവ്വം ഏറ്റു പറയണം. ചുമ്മാ ഇതൊരു ചടങ്ങൊന്നുമല്ല. അപ്പോ ഈ നിലയിൽ വീണ്ടും ജനിക്കാൻ സുവിശേഷം പ്രസംഗിക്കണം. സമയം പോയി. 2 വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. സുവിശേഷം പ്രസംഗിക്കണം. ആ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ 2 തിമോത്തിയോസ് 1:10 വേഗം ആയിക്കോട്ടെ. 2 തിമോത്തിയോസ് 1:10, 2 തിമോത്തി 1:10. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ മതി. ഇപ്പോൾ മരണം നീക്കുകയും, ബൈബിൾ പഠിപ്പിക്കുന്നു സകല മനുഷ്യരും മരണത്തിന് യോഗ്യ. എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. ആ മരണഭീതിയാൽ കഴിയുന്നു സകല മനുഷ്യരും. അങ്ങനെ മരണഭീതിയാൽ ഇരിക്കുന്നവന്റെ മുമ്പാകെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. ആ പ്രസംഗം ആ വചനം അവൻ കേൾക്കുന്നു. സുവിശേഷം, ആ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ അവനിൽ വ്യാപരിക്കുന്നത് മരണമാണ്. മരണദൂതന്റെ ചിറകടി വെച്ച് അവന് കേൾക്കാം. മരണഭീതി അവനെ ഭീതിപ്പെടുത്തുന്നു. അങ്ങനെ മരണത്തിന് അധീനനായ ആ മനുഷ്യൻ സുവിശേഷം കേൾക്കുമ്പോൾ മരണം അവനിൽ നിന്ന് മാറുന്നു. മരണം അവനിൽ നിന്ന് പറന്നു പോകുന്നു. തൽസ്ഥാനത്തേക്ക്, ആ പോയ സ്ഥാനത്തേക്ക് മറ്റൊന്ന് കടന്നു വരുന്നു. അതെന്താണ്? ജീവൻ. യേശുവിന്റെ വാഗ്ദത്തമായ ജീവൻ, നിത്യജീവൻ അവിടേക്ക് കടന്നു വരുന്നു. സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് സകലത്തിലും എന്താ ഉള്ളത്? മരണം വാണുകൊണ്ടിരിക്കുന്നു. മരണമാണ് റൂൾ ചെയ്യുന്നത്. ആ മരണം അവനെ പിടിച്ചു വലിച്ചു പാതാളത്തിലേക്ക് കൊണ്ടുപോകും. ആ സ്ഥാനത്താണ് അവൻ സദ്വർത്തമാനം കേൾക്കുന്നത്, സുവിശേഷം. ആ സുവിശേഷം അവന്റെ ഉള്ളിൽ ജീവൻ വ്യാപരിപ്പിച്ചു. ജീവൻ കടന്നു വന്നു. അതിനോട് കൂടെ എന്ത് കിട്ടുന്നു? ജീവൻ കടന്നു വന്നാൽ അടുത്ത് എന്ത് കിട്ടുന്നു? വാക്ക് തന്നെ. ആ വാക്ക് തന്നെ അതിനകത്ത് തന്നെ ഉണ്ട്. സോറി, വായിച്ചു 1:10. ആര് പറഞ്ഞത്? അക്ഷയത. അക്ഷയത, ഇമ്മോർട്ടാലിറ്റി, മൃത്യുഞ്ജയൻ, ചിരഞ്ജീവി, മരണമില്ലായ്മ. പിന്നെ ആ മനുഷ്യന് എന്തില്ല? മരണമില്ല. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ആ മനുഷ്യൻ പിന്നെ എന്തായിരിക്കും പറയുന്നത്? ഹേ മരണമേ, നിനക്ക് എന്നെ പേടിപ്പിക്കാൻ കഴിയത്തില്ല. ഞാനിനി മരണത്തെ കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഭയം വന്നോ? അങ്ങനെ ഭയം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാവിലെ പ്രസംഗിക്കാൻ എന്നെ ആത്മാവ് ബോധിപ്പിച്ചത്. പക്ഷെ ഞാൻ അതങ്ങ് വിട്ടു. എബ്രായ ലേഖനം 2:14-15 കൂടി. ഇതാണ് അടുത്ത വാക്യം. എബ്രായ 2:14-15.
സുവിശേഷം നാം കേൾക്കുമ്പോൾ മരണം മാറുകയും അവിടെ നിത്യജീവൻ കടന്നു വരികയും അതിലൂടെ നാം മരണമില്ലായ്മയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ രണ്ടാം മരണത്തിന് നമ്മിൽ കാര്യമില്ല. നാം അനന്തതയിലേക്ക് പോകുന്നു. വായിച്ചാട്ടെ. മക്കൾ ജനരക്തങ്ങളോട് കൂടിയവരാകട്ടെ, അവർ അവരെ പോലെ ജനരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, കേട്ടോ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ, യേശുവിന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവർക്ക് യഥാർത്ഥ വിടുതൽ എന്ന് പറയുന്നത് ഇതാണ്. ആ വിടുതലിലേക്ക് കടന്നവരാണ് വിശുദ്ധന്മാർ. അവരോട് എത്ര മരണത്തെ കുറിച്ച് പറഞ്ഞാലും പേടി വരില്ല. ഏത് പ്രായത്തിലാണേലും, 60 വയസ്സായാലും 90 വയസ്സായാലും 5 വയസ്സായാലും 3 വയസ്സായാലും ഏത് വയസ്സായാലും വിത്തകത്ത് വന്നോ, സുവിശേഷം പ്രസംഗിച്ച് വചനമാകുന്ന വിത്തകത്ത് വന്നോ, ഭീതിയില്ല. പിന്നെ ഭീതിയുള്ളവരെ വെളിപ്പാട് ദിവസം വിളിക്കുന്നത് ഭീതി കിടന്ന, അല്ലയോ? നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പ്രശ്നം ഇങ്ങനെ കണ്ടുപിടിക്കുക, സമയം പോയതുകൊണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം, എന്തായി മറ്റൊരു പറയുന്നത്. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഈ വഴിയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ഈ വഴി അടഞ്ഞുപോയി. ഈ വഴി തുറക്കാനുള്ള അഭിഷേകവുമായിട്ടാണ് ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഈ പഴയ പാത തുറക്കാനുള്ള അഭിഷേകമുണ്ട്. തുറക്കും, നിശ്ചയമായും തുറക്കും. വാസ്തവമായും വീണ്ടും ജനിച്ച ദൈവ കുടുംബത്തിലെ അപ്പന്റെ മോനായവരും മരണഭീതിയില്ല. മരണത്തിന് അവന്റെ മേൽ കാര്യമില്ല, കർത്തൃത്വമില്ല. നാം ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പുത്രത്വം, നമ്മുടെ മേൽ പുത്രത്വം. ഇനി നാം വളരണം. ദൈവങ്ങളെ